ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2023 അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് 2023 ഒന്നാമത്തെ ദിവസവും ഒരു ഞായറാഴ്ചയായിരുന്നു. അവസാന ദിവസവും ഒരു ഞായറാഴ്ചയാണ്. ആരാധനയെ തുടങ്ങി ആരാധനയിൽ തീരുന്ന ഒരു അനുഗ്രഹീതമായ ഒരു വർഷം. 2023 ജനുവരി 1 എത്ര ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിലായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വർഷം അവസാനിക്കുകയാണ്. നാളെ പുലരുമ്പോൾ പുതുവർഷം നമ്മുടെ മുന്നിൽ കടന്നു വരികയാണ്. അപ്പോൾ ഒരു വർഷം തീർന്ന് ഒരു വർഷം തുടങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരം ഇവിടെ വരുമ്പോൾ തുടർമാനമായി എടുത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ പഠന പരമ്പര ഇന്ന് എടുക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിൽ വെച്ചുകൊണ്ട് ആ പഠന പരമ്പരയിൽ പെടാത്തൊരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഒരു വർഷം അവസാനിച്ച് ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ കുറഞ്ഞ പക്ഷം 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ വർഷം ഈ തീർന്നുകൊണ്ടിരിക്കുന്ന 2023 നമ്മളൊന്ന് ദൈവവചനപ്രകാരം ഒന്ന് അവലോകനം ചെയ്യണം, അല്ലെ? ഒന്ന് വിലയിരുത്തണം. രണ്ടാമതായിട്ട് നമ്മൾ 2024 ഈ പഠിച്ച ഈ വിശകലനത്തിലൂടെ അല്ലെങ്കിൽ വിലയിരുത്തലിലൂടെ പഠിച്ച പാഠങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊന്നും ഇനി അടുത്ത വർഷം ചെയ്യാതിരിക്കാൻ നമ്മളൊന്ന് പ്രാർത്ഥിക്കണം, അല്ലെ? ഒരു വിലയിരുത്തൽ, ഒരു പ്രാർത്ഥിക്കൽ. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അടുത്ത വർഷത്തെ കുറിച്ച് ദൈവം എന്തൊക്കെ വാഗ്ദത്വങ്ങളാണ് നൽകുന്നത്, അല്ലെ? എന്താണ് ദൈവം പറയുന്ന ആ ദിശ. അപ്പൊ ഈ 3 കാര്യങ്ങളും ചെയ്യുവാനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് നൽകിയ ഒരു വേദഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങളിലാണ്. നമുക്ക് സങ്കീർത്തന പുസ്തകം എടുക്കാം. 90-ാം സങ്കീർത്തനത്തിലേക്ക് കടക്കാം. 90-ഉം 91-ഉം ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കുവാനാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നത്. സാധാരണഗതിയിൽ 90-ാം സങ്കീർത്തനം മാത്രമായിട്ടോ 91-ാം സങ്കീർത്തനം മാത്രമായിട്ടോ വായിച്ചു പഠിക്കാറുണ്ട് പലരും, അല്ലെ? വിശ്വാസികൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. 90-ാം സങ്കീർത്തനം മാത്രം പലപ്പോഴും വായിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വയസ്സായവരുടെ മീറ്റിംഗിൽ 90-ാം സങ്കീർത്തനം, അല്ലെ? 70-80 ആയ അപ്പച്ചന്മാരുടെ അമ്മച്ചിയുടെ അടുത്ത് പോകുമ്പോൾ 90-ാം സങ്കീർത്തനം എടുത്ത് വായിക്കും. പിന്നെ 91-ാം സങ്കീർത്തനം വല്ല രോഗമൊക്കെ വരുമ്പോ, അല്ലെ? കോവിഡ് പേമാരി സമയത്ത് എല്ലാവരും 91-ാം സങ്കീർത്തനം. 90, 91 ഒരുമിച്ച് വായിക്കേണ്ടതാണ്. 90-ാം സങ്കീർത്തനത്തിന്റെ തുടക്കം, അല്ലെ? അവിടെ ഒരു തലക്കെട്ട് നിങ്ങൾക്ക് കാണാം, ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. 91-ാം സങ്കീർത്തനത്തിന്റെ മേളിൽ ഒന്നുമില്ല. പല മലയാളം ബൈബിളിൽ 90 കഴിഞ്ഞ് 91 തുടർമാനമായിട്ട് പ്രിന്റ് ചെയ്തു പോയ എന്റെ മലയാളം ബൈബിൾ അങ്ങനെ. അപ്പോ യഹൂദന്മാർ പ്രത്യേകിച്ച് അവരുടെ ഇടയിലുള്ള അറബിമാരും ഒക്കെ വിശ്വസിച്ചിരുന്നത് ഇത് രണ്ടും മോശ തന്നെ എഴുതിയ സങ്കീർത്തനമാണെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. അത് മാത്രമല്ല, വിഷയപരമായും ഈ 2 സങ്കീർത്തനങ്ങളും തമ്മിൽ ചേർന്ന് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 90-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഇനി 91-ാം സങ്കീർത്തനം എടുത്തു നോക്കിയാൽ അങ്ങനെ കർത്താവിനെ സങ്കേതമാക്കി വെക്കുന്ന ഒരു വിശ്വാസിയുടെ അനുഗ്രഹങ്ങളാണ് 91-ാം സങ്കീർത്തനം. അതിന്റെ 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും യഹോവയെ സങ്കേതമാക്കിയ ഒരു വിശ്വാസിയുടെ, ഒരു ഭക്തന്റെ അനുഗ്രഹങ്ങളാണ് 91-ാം സങ്കീർത്തനം. അപ്പൊ ആ ഒരു സങ്കേതം എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതമാണ്, അവനിൽ വസിക്കണം നമ്മൾ എന്നുള്ള വിഷയം കൊണ്ടും ഈ 2 സങ്കീർത്തനങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നു. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മുന്നോട്ടുള്ള നമ്മുടെ പഠനത്തിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഒരു പഠനത്തെക്കാൾ ഉപരിയായ ഒരു പ്രബോധനം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്കല്ല പോകുന്നത്. എന്നാലും എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ വചനം എടുത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചേ അറിയാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് നീങ്ങാം. പക്ഷെ ഞാനൊരു ക്ലാസ്സിനേക്കാളും ഒരു പ്രസംഗമാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് 90-ാം സങ്കീർത്തനം മാത്രം ഒന്ന് വായിക്കാം. പിന്നീട് പ്രസംഗത്തിന് മുന്നോട്ട് പോകുമ്പോൾ 91-ാം സങ്കീർത്തനം ഞാൻ തന്നെ വായിക്കാം. മൊത്തം സങ്കീർത്തനം 90-ാം സങ്കീർത്തനം എല്ലാവരും എടുക്കുക. 1-ാമത്തെ വാക്യം മുതൽ വായിക്കുകയാണ്. ദൈവവചനമാണ് ഈ വായിക്കുന്നത്. അതിന് അനുയോജ്യമായ ബഹുമാനം നിങ്ങളെല്ലാവരും കൊടുക്കണം, ശ്രവിക്കണം.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി ഇരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്കും നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. അതാണ് 90-ാം സങ്കീർത്തനം. തുടർന്ന് നമ്മൾ 91-ാം സങ്കീർത്തനം മുന്നോട്ട് പോകുമ്പോൾ വായിക്കും. ഈ 90-ാം സങ്കീർത്തനം മനുഷ്യർക്ക് പൊതുവായിട്ടുള്ള മനുഷ്യ ജീവിതത്തെ കുറിച്ച്, മർത്യ ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യേകിച്ച് 3 യാഥാർത്ഥ്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. ആ 3 യാഥാർത്ഥ്യങ്ങൾ എന്തെന്നുള്ളത് വളരെ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇത് പൊതുവായിട്ട് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യമാണ് ഈ 90-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനം എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യമല്ല. അത് വിശ്വാസിക്ക് മാത്രം പറഞ്ഞിട്ടുള്ള, ഭക്തന് മാത്രം പറഞ്ഞിട്ടുള്ള. അതിലോട്ട് നമുക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ട്. പക്ഷെ വിശ്വാസിക്ക് യാഥാർത്ഥ്യം മാത്രമല്ല, ആ യാഥാർത്ഥ്യത്തെ മറികടക്കുവാൻ ക്രിസ്തയേശുവിൽ പരിഹാരവും ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. എന്താണ് സങ്കീർത്തന കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്? കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. ഈ സങ്കേതത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അനാദി എന്ന് പറഞ്ഞാൽ ആദ്യം ഇല്ലാത്തത്, അല്ലെ? തുടക്കമില്ലാത്തത്. അതാണ് അനാദി, അല്ലെ? നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഒരു തുടക്കമില്ല. നിങ്ങൾക്കൊക്കെ ഒരു ജന്മദിനം ഇല്ലേ? നിങ്ങൾ തുടങ്ങിയ ഒരു ദിവസമുണ്ട്, നിങ്ങൾക്ക് ഒരു ഒടുക്കവും ഉണ്ട്, അല്ലെ? ജീവിതത്തിലെയും ഈ ഭൂമിയിലെയും ഈ സൃഷ്ടിയിലെയും എല്ലാ കാര്യത്തിനും ഒരു തുടക്കമുണ്ട്. ഈ ബിൽഡിംഗ് ഒരു ദിവസം വെച്ചു, അല്ലെ? അതിന് മുമ്പ് ഈ ബിൽഡിംഗ് ഇല്ലായിരുന്നു, അല്ലെ? എന്ന് പറയുന്ന പോലെ ഒരു വസ്തുവാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഒരു തുടക്കമുണ്ട്, ആദ്യം ഉണ്ടത്. എന്നാൽ ദൈവത്തിന് അവൻ അനാദിയാണ്, അല്ലെ? അവൻ അനാദിയായവനാണ്, അവൻ തുടക്കമില്ലാത്തവനാണ്, മാത്രമല്ല ശാശ്വതവുമാണ്, ഒടുക്കവുമില്ലാത്തവനാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അതാണ് ഈ സങ്കേതത്തിന്റെ പ്രത്യേകത. ഇതിന് തുടക്കവും ഇല്ല, ഒടുക്കവും ഇല്ല. അങ്ങനെ ഒരു സങ്കേതത്തെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ സങ്കേതത്തിൽ വസിക്കുന്നവരുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നു. പക്ഷേ അവൻ അനാദി മുതൽ, അല്ലെങ്കിൽ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേറൊരു ഭാഷയോട് അവൻ നിത്യനാണ്, അല്ലെ? നിത്യതയിൽ വസിക്കുന്നവനാണ്. അപ്പൊ ആ നിത്യമായവനാണെന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ പറയാൻ കഴിയും. 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാലേ ജീവിതത്തിന്റെ നഗ്നമായ 3 യാഥാർത്ഥ്യങ്ങൾ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ.
ഒന്നാമതായിട്ട് അവൻ നിത്യനാണെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് അവൻ അമർത്യനാണ്, മരണമില്ലാത്തവനാണ് അവൻ, അല്ലെ? അവൻ അനശ്വരനാണ്. അതാണ് ഒന്നാമതായിട്ട്. നിത്യനാണെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ അർത്ഥം, ദൈവത്തിന് മൃത്യുവില്ല, മരണമില്ല. അവൻ അമർത്യനാണ്, അവൻ അനശ്വരനാണ്. രണ്ടാമതായിട്ട് അവൻ വിശുദ്ധനാണ്, അവന് പാപമില്ല. പാപത്തിന്റെ ശമ്പളമാണ് എന്ത്? മരണം. മരണമില്ലാത്തവൻ വിശുദ്ധനാണ്, നാശമില്ലാത്തവനാണ് അവൻ. അവൻ വിശുദ്ധനാണ്, അവന് പാപമില്ല. മൂന്നാമതായിട്ട് അവൻ സമ്പൂർണനാണ്, അല്ലെ? ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുൻപേ അവൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഈ സൃഷ്ടിയിലെ ഒന്നിന്റെയും ആവശ്യമില്ലാത്തവനാണ് ദൈവം. നമ്മുടെ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല തന്റെ സൃഷ്ടിയിൽ നിന്ന്. അവൻ ദൈവമായിട്ടിരിക്കുവാൻ അവന്റെ സത്വത്തിന് പുറത്തുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെയും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ മതം എന്ന് പറയുന്നത് ഒരു ഭൂലോക പൊട്ടത്തരമാണ്. ദൈവത്തിന് നമ്മുടെ പൈസയോ നമ്മുടെ എന്തെങ്കിലും കാഴ്ചയോ ഒന്നും ആവശ്യമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തില് ഇത് തന്നെയാണ് അപ്പോസ്തലൻ പോയി യവനക്കാരോട് പ്രസംഗിക്കുന്നത്. കൈകൾ കൊണ്ടുള്ള സേവനം അവന് ആവശ്യമില്ല. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ കൈക്കൂലി കൊടുത്ത് വശീകരിക്കാമെന്ന് ചിന്തിക്കുന്ന മാനുഷിക മതത്തിന്റെ ചിന്ത ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നുളവായതാണ്. ദൈവം സമ്പൂർണനാണ്, അവനൊന്നും ആവശ്യമില്ല, അവനാണ് എല്ലാം നൽകുന്നത്, അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നേച്ച് നിങ്ങൾ അടുക്കളയിൽ ചായ എടുക്കാൻ പോയപ്പോൾ നിങ്ങളുടെ ഷോക്കേസിൽ ഇരുന്ന ഒരു സാധനം എടുത്ത് എന്റെ പോക്കറ്റിൽ ഇരുന്ന ഒരു കവറിൽ പൊതിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വന്നാലേ നിങ്ങൾ പറയോ, അയ്യോ ആ സഹോദരൻ കൊള്ളാം കേട്ടോ, എനിക്കൊരു ഗിഫ്റ്റ് വന്നു. ഇതുപോലാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ വീണ്ടും തരുന്ന പോലാണ് ദൈവം നമുക്ക് തന്നത് നമ്മൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പൊ കാഴ്ചക്ക് എന്ത് മേന്മ, എന്ത് പുകഴ്ച, അല്ലെ? ദൈവം സമ്പൂർണനാണ്, അവന് ഒന്നും ആവശ്യമില്ല. അതാണ് ഈ ദൈവത്തെ നമ്മൾ പറയാറില്ലേ, ദൈവം അനുഗ്രഹീതനാണെന്ന് പറയാറുണ്ട്, അല്ലെ? ഗോഡ് ഈസ് ബ്ലെസ്ഡ്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തെ ആരെങ്കിലും കയറി ദൈവത്തിന്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചോ? അല്ല. അവൻ അനുഗ്രഹീതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ നാമത്തെ പുകഴ്ത്തുക, വാഴ്ത്തുക എന്നൊക്കെ നമ്മൾ മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിൽ ബ്ലെസ് ദ ലോർഡ് എന്നാണ്. എന്താണ് ഈ ബ്ലെസ് ദ ലോർഡിന്റെ അർത്ഥം? അവനെ നമ്മൾ അനുഗ്രഹിക്കുകയല്ല, അവൻ പരിപൂർണനാണ്, അവൻ ഒന്നിന്റെയും ആവശ്യമില്ല, അവൻ സമ്പൂർണത നിറഞ്ഞവനാണെന്ന് നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയണമെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ കണ്ടോ, 3 കാര്യങ്ങൾ നമുക്ക് അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവൻ നിത്യനാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അവൻ അമർത്യനാണ്, മരണമില്ലാത്തവൻ, അവൻ വിശുദ്ധനാണ്, പാപമില്ലാത്തവൻ, അവൻ സമ്പൂർണനാണ്, അവൻ ഒന്നിന്റെ ആവശ്യമില്ല. എന്നാൽ അവിടെയാണ് നമ്മൾ 3-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കേണ്ടത്. എന്നാൽ മനുഷ്യൻ ഇതൊന്നുമല്ല. 3-ാമത്തെ വാക്യം തുടങ്ങുന്നതന്നെ കണ്ടു, നീ മർത്യനേ. മനുഷ്യ ജന്മത്തിന്, പ്രത്യേകിച്ച് പാപം ചെയ്തു വീഴ്ചയിൽ പോയ, ദൈവത്തിൽ സങ്കേതം കണ്ടെത്താത്ത മനുഷ്യൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ ജീവിക്കാനായിരുന്നു, അല്ല ദൈവത്തെ ദൂരെ വെക്കാനല്ല. ദൈവത്തിൽ വസിക്കാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപിയായ സാധാരണ മനുഷ്യൻ. ദൈവത്തിൽ വസിക്കാത്ത മനുഷ്യന് 3 കാര്യങ്ങളുണ്ട്, 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, അവൻ മർത്യനാണ്. അതാണ് ആദ്യത്തെ യാഥാർത്ഥ്യം, മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള ആദ്യത്തെ യാഥാർത്ഥ്യം. അവൻ ദൈവത്തെ പോലെ അമർത്യനല്ല, അവൻ മർത്യനാണ്. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. ഒരു ദിവസം ദൈവം പറയും, നിന്റെ ജീവിതം തീർന്നു, മതി, മടങ്ങിപ്പോരെ. നമ്മൾ ആരും ഈ വസ്തുത ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഈ ലോകം പറയുന്നതോ അങ്ങ് തുടർമാനമായിട്ട് അങ്ങ് സന്തോഷം സന്തോഷം സന്തോഷം, അങ്ങ് ജീവിതം അങ്ങ് തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാം ചിരഞ്ജീവികളാണെന്നാണ് നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും തീരാൻ പോകുന്നില്ല, എന്റെ സന്തോഷവും സുഖവും ഒന്നും ഒരിക്കലും തീരത്തില്ലെന്നല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാൻസർ വരുന്നത്, അപ്പോഴാണ് ഭയങ്കര ദുഃഖം, അല്ലേ? കാരണം ഈ ബോധ്യത്തിലല്ല ജീവിച്ചത്, ഞാൻ മരിക്കും, അല്ലേ? നമ്മള് ഒരുപാട് കണക്കുകൾ കേൾക്കാറുണ്ട്, അല്ലേ? നമ്മുടെ കേരളത്തിൽ 99% സാക്ഷരതയുണ്ട്, അല്ലെ? ഈ കഴിഞ്ഞ ദിവസം കേട്ടു കേരളത്തിലാണ് ഏറ്റവും കുറച്ച് എന്താ പറയാ പോവർട്ടി, 0.2% പേരെ ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലുള്ളൂ.
എന്നാൽ ഇങ്ങനെയൊക്കെ ഓരോ പോയിന്റ് ശതമാനം കണക്കുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വേറൊരു കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10ൽ 10 പേരും മരിക്കും. അത് കേട്ടിട്ടുണ്ടോ? അത് കേരളം എന്നില്ല, അമേരിക്ക എന്നില്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണേ പോയിക്കോ, 10ൽ 10 പേരും മരിക്കും. അവരെങ്ങനെയൊക്കെ ജീവിച്ചവരായാലും, എങ്ങനെയൊക്കെ എത്രയൊക്കെ സമ്പത്തുള്ളവരായിരുന്നാലും, അവര് ഗ്രാമത്തിൽ ജീവിച്ചവരായാലും പട്ടണത്തിൽ ജീവിച്ചവരായാലും, പരിഷ്കാരികളാണേലും പ്രാകൃതരാണേലും, വിദ്യാഭ്യാസം ഉള്ളവരാണേലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണേലും എല്ലാരും മരിക്കും. പക്ഷെ നമുക്ക് ഈ വിഷയമൊന്നും അങ്ങനെ ചിന്തിക്കാൻ. ഇപ്പൊ ഇന്ന് തന്നെ ഈ പുതുവർഷ രാവെന്നും പറഞ്ഞ് നമ്മള് ബീച്ചിലോട്ടൊക്കെ പോയാൽ കേടൊന്നങ്ങ് തിമിർക്കുകയില്ല അല്ലെ? ജീവിതം ഇങ്ങനെ സന്തോഷിക്കുക, കുടിക്കുക, തിന്നുക, അങ്ങനെ ജീവിച്ചു പോവുക. അതല്ലേ നമ്മുടെയൊക്കെ ഒരു തത്വചിന്ത പലരുടെയും അല്ലെ? മർത്യനാണെന്ന് നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല. പക്ഷെ ഒരു ദിവസം കർത്താവ് പറയും, നീ പൊടിയിലേക്ക് മടങ്ങി പോകട്ടെ. പൊടിയിൽ നിന്നാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 1-ാമത്തെ അധ്യായത്തിലുണ്ട് അല്ലെ, ഉൽപ്പത്തി 1-ൽ. എന്നാൽ അതിലേക്ക് മടങ്ങിപ്പോകാൻ പറയുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ നമ്മൾ മനുഷ്യനാണ്, എന്നാൽ കർത്താവ് അമർത്യനാണ്. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞൊരു ദിവസം പോലെ. നമ്മൾ 1000 ഒക്കെ ജീവിച്ച പറയും ഭയങ്കര നല്ല നീണ്ട അല്ലെ, ദീർഘായുസാണെന്ന് പറയും. കർത്താവിന് 1000 ഇന്നലെ കഴിഞ്ഞൊരു ദിവസം പോലെ ഉള്ളൂ അല്ലെ. രാത്രിയിലെ ഒരു യാമം പോലെ. യാമം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ്. അത് യഹൂദന്മാരുടെ ഒരു കണക്കാണ്. ഒരു 4 മണിക്കൂർ ഉറങ്ങിയ നിങ്ങൾ പറയും നല്ലപോലെ ഉറങ്ങിയെന്ന്. നിങ്ങൾ പറയും വളരെ കുറച്ചേ ഉറങ്ങിയുള്ളൂ, 4 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ എന്ന് പറയും അല്ലെ. ഒരു 6, 7, 8 ഉറങ്ങിയാലാണ് നമ്മൾ പറയുന്നത്. ഭൂരിഭാഗം ചിലർക്കൊക്കെ 10 ഉറങ്ങണം അല്ലെ. സാധാരണക്കാർക്ക് ഒരു 6, 7, 8 മണിക്കൂർ ഉറങ്ങണം. പിന്നെ പ്രായം കൂടുന്തോറും കുറയും. എന്നാലും 4 മണിക്കൂർ എല്ലാരും പറയും വളരെ കുറച്ചേ ഉറങ്ങിയുള്ളൂ അല്ലെ. അതുപോലെ ഒരു ചെറിയ ഒരു സമയം, രാത്രിയുടെ ഒരു യാമം പോലെയാണ് കർത്താവിന് എന്ത് 1000 വർഷം. 1000 വർഷം മുമ്പ് നിങ്ങളുടെ കുടുംബത്തിലെ നാഥന്റെ പേരറിയാമോ? നമുക്ക് 200 വർഷം മുമ്പോളം നമ്മുടെ കുടുംബ മഹിമ പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ അറിയാവോ? അറിയണ്ട. ആരോ ഏതോ എവിടെ ജീവിച്ച പേരെന്താണെന്നോ കണ്ടാങ്ങിയിരിക്കുന്നോ എന്തായിരുന്നു പോലും അറിഞ്ഞൂടാ അല്ലേ. അപ്പൂപ്പന്റെ മഹിമയെ പറഞ്ഞ് പലരും നടക്കാറുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്തീയ കോളത്തിൽ അല്ലേ. അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ പോലും നമുക്ക് അറിയണം. അതാണ് 1000 എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പോലും 1000 ആയില്ല. 1000 സംവർഷം 4 മണിക്കൂർ ഉറക്കം പോലെയുള്ളൂ അല്ലേ. അപ്പൊ കർത്താവിന്റെ ആ നിത്യതയിൽ നിന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ബോധ്യം വരണം അല്ലെ. അല്ലെങ്കിൽ വേറൊരു ചിത്രം നൽകിയിരിക്കുകയാണ്. രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു അത്, രാവിലെ തളച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ പുല്ലിനെ കുറിച്ചല്ല, മരുഭൂമിയിലെ കാര്യമായി പറഞ്ഞിരിക്കുന്നു. മരുഭൂമിയിൽ പെട്ടെന്ന് ചിലപ്പോൾ മഴ വരും, രാവിലെ അങ്ങോട്ട് പുല്ലൊക്കെ അങ്ങോട്ട് തെളിച്ച് നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ചൂട് വായ അങ്ങോട്ട് വരും, ഈ കാറ്റ് വരും, ഡെസേർട്ട് സ്റ്റോം എന്ന് പറയും. മരുഭൂമിയിലെ പൊടിക്കാറ്റ്, പുല്ലെല്ലാം പോയി, രാവിലെ കണ്ട പുല്ല് വൈകുന്നേരം ഇല്ല. മരുഭൂമിയിലെ കാര്യമായി പറയുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല അല്ലേ. ഇങ്ങനെ പോകുന്നു മനുഷ്യന്റെ എന്താ പറയാ, അവന്റെ ജീവിതം അല്ലെ. അവൻ വെറും മർത്യനാണ്. ഇനി രണ്ടാമതായിട്ട് ദൈവം വിശുദ്ധനാണെന്ന് പറഞ്ഞു. മനുഷ്യനോ? മനുഷ്യൻ പാപിയ, മനുഷ്യൻ പാതകനാണ്. അതാണ് പിന്നീടുള്ള 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അല്ലെ. നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഈ മരണമെല്ലാം നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഇങ്ങനെയാണോ നമ്മളെ സൃഷ്ടിച്ചേ? 70 കൊല്ലം ജീവിച്ചു മരിക്കാനാണോ ദൈവം സൃഷ്ടിച്ചത്? ആദാമിനെ ഹവ്വ എങ്ങനെ ദൈവം സൃഷ്ടിച്ചേ? അങ്ങനെ മരണം കടന്നു വരാൻ വേണ്ടിയിട്ടല്ല. അവർ അനുസരണക്കേട് നടത്തിയത് കൊണ്ടാണ് അവിടെ എന്ത് വന്നത്? മരണം വന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഉടനെ തന്നെ പാപത്തിന്റെ വിഷയത്തിലേക്ക് സങ്കീർത്തനക്കാരൻ കടക്കുന്നത്. നിന്റെ കോപത്താൽ ക്ഷയിച്ചും ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഈ കളിപ്പീരൊന്നും ദൈവത്തിന്റെ മുന്നിൽ നടക്കത്തില്ല അല്ലെ. നമുക്ക് പൊതുവായിട്ട് സമൂഹത്തിൽ ആളുകളെയൊക്കെ പറ്റിക്കാൻ പറ്റും. പുറമെ നല്ല മര്യാദക്കരെ ആളുകൾ പറയുന്നത് നല്ല മര്യാദയുള്ള ആളാണെന്ന് പറയും. ഈ മര്യാദയുള്ള ആള് രഹസ്യ പാപത്തിൽ ജീവിക്കുന്ന ആളായിരിക്കും അല്ലെ. നമ്മൾ സഭയിൽ തന്നെ പറഞ്ഞ് ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നവന്മാര് ചിലപ്പം നല്ല വേന്ദ്രന്മാരായിരിക്കും അല്ലെ. കുറെ വർഷം കഴിയുമ്പോഴേ അറിയുന്ന ആശാൻ ഇങ്ങനെ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുമായിരുന്നു, പക്ഷെ ഇതുപോലെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പ്രസംഗിക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര വേന്ദ്രനായിരുന്നു. സ്ത്രീ വിഷയം, പണവിഷയം അല്ലെ. നമുക്കതിന് പല അനുഭവങ്ങളുണ്ട് അല്ലെ. അപ്പോ ആളുകളെ പറ്റിക്കാൻ പറ്റും, പക്ഷെ ദൈവത്തെ പറ്റത്തില്ല. കാരണം എന്താ? രഹസ്യ പാപങ്ങൾ പോലും അവന്റെ വെളിച്ചത്തിൽ തെളിവായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റും?
അവന്റെ കോപവും ക്രോധവും ഒക്കെ, അവന്റെ ശിക്ഷാവിധിയൊക്കെ നേരെ ചൊവ്വേ നടത്താൻ പറ്റും. ആരും അവന്റെ ശിക്ഷാവിധി ഒഴിഞ്ഞു മാറത്തില്ല. ഇവിടെ ചിലപ്പോ നമുക്ക് കബളിപ്പിച്ച് ഗവൺമെന്റിനെ പറ്റിക്കാൻ പറ്റും, പോലീസിന് കൈക്കൂലി കൊടുക്കാൻ പറ്റും, അല്ലെ? ഇവിടെ പല തരത്തിലുള്ള കള്ളത്തരത്തിൽ നിന്നും നമുക്ക് സുഖമായിട്ട് നീങ്ങാൻ പറ്റും, അല്ലെ? എത്രയോ വലിയ വലിയ കള്ളന്മാരൊക്കെ ഉണ്ട്, അല്ലെ? നമ്മൾ തന്നെ പല കള്ളന്മാരാണ്, അല്ലെ? ബസ് ടിക്കറ്റ് എടുക്കാതെ പോയിട്ടുണ്ട്, ട്രെയിൻ ടിക്കറ്റ് എടുക്കാതെ പോയിട്ടുണ്ട്, അല്ലെ? പലതരത്തിലുള്ള കള്ളത്തരം, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും അധികാരികളെയൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റിയിട്ടുണ്ട്, രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്ന് രക്ഷയില്ല. ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന്, ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യന് സ്വമേധ ഒരു രക്ഷയും ഇല്ല. അതുകൊണ്ടാണ് 10ൽ 10 പേരും മരിക്കും. 10ൽ 10 ഈ സയൻസും ശാസ്ത്രവും ഒക്കെ വളർന്നെങ്കിലും ഇതിൽ നിന്നൊരു രക്ഷയും ഇതുവരെ മനുഷ്യന് കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. അത് വേദപുസ്തകം വളരെ തെളിവായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നീ ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ പോലും നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു, അല്ലെ? പാപിയുടെ ബയോഗ്രഫി, ജീവചരിത്രം, അതെ, പാപിയുടെ ജീവചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ചാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മനുഷ്യർ എന്നുള്ള രീതിയിലാണ്. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നെടുവീർപ്പ് പറയാലോ, തീർന്നു 70 വർഷം ഒരു മനുഷ്യന്റെ ജീവിതം. ഇപ്പൊ നിങ്ങൾ കേട്ടത്, അല്ലെ? ദൈവത്തെ അറിയാം. അപ്പൊ അവര് വളരെ സന്തോഷിച്ച് കാണും, സമ്പത്ത് നേടിക്കാണും. പക്ഷെ ഈ കാറ്റ് പോയപ്പോഴാണ് ദൈവക്രോധത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് മനസ്സിലായത്. അതായി പറഞ്ഞ് നെടുവീർപ്പ് പോലെ കഴിഞ്ഞു പോയിരിക്കുന്നു, അല്ലെ? ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, അല്ലെ? നമ്മുടെ ജീവിതത്തിന്റെ പ്രതാപം എന്താന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യൻ പറയും, ഞാൻ ഇവിടെ ജോലി ചെയ്തു, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുത്തു, അല്ലെ? എനിക്ക് എൻ്റെ ഉദ്യോഗസ്ഥപരമായി എനിക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഇത്രയും പിള്ളേരെ വളർത്തി, അവരെയൊക്കെ ഇന്ന സ്ഥാനങ്ങളിലാക്കി, അവരെയൊക്കെ ഇവിടെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടു, അല്ലെ? എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എനിക്ക് ഇത്ര സ്ഥലമുണ്ട്, അല്ലെ? സ്വത്ത് വകകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്ന ജീവിതത്തിന്റെ പ്രതാപം. എന്നാൽ ഇവിടെ വേദപുസ്തകം വെട്ടി തുറന്ന് എഴുതിയിട്ടുണ്ട്, ഈ ജീവിതത്തിന്റെ പ്രതാപം എന്താ അറിയോ? പ്രയാസവും ദുഃഖവും മാത്രം. അപ്പൊ മനുഷ്യ ജീവിതം ദൈവത്തിൽ സങ്കേതം കണ്ടെത്താതെ അവനിൽ വസിക്കാത്ത പാപിയുടെ ജീവിതം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. വേഗം തീരും. ഒരുപാട് വാക്യങ്ങൾ 103-ാം സങ്കീർത്തനം, 39-ാം സങ്കീർത്തനം, ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജീവിതം തുടങ്ങി തീർന്നു, ഒരു ശ്വാസം പോലെ ഉള്ളൂ. ഇന്നലെ എന്താ പറയാ, മുളച്ചു വന്ന ഒരു പുല്ല് പോലെ ഉള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ ജീവിതം. വളരെ ക്ഷണികമായ ഒരു ജീവിതമാണ്. പക്ഷേ ഇതിന്റെ മധ്യത്തിലും നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആരുമില്ല. ഇതൊക്കെ സത്യമാണേലും, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടേലും ആരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. അയ്യോ, മരണം എല്ലാവർക്കും വരുന്നല്ലോ, എന്നാ പിന്നെ ദൈവത്തെ ഭയക്കണമല്ലോ, പാപം വിട്ടുമാറണമല്ലോ എന്നാരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. പലരും മരണം വീട്ടിൽപ്പെട്ട് എന്താ ചെയ്യുന്നത്? കോമഡി അടിച്ചോണ്ടിരിക്കും. ഒരു കൂട്ടത്തെ കണ്ടുപിടിച്ച്, കുറെ സുഹൃത്തുക്കളെ കണ്ടുപിടിച്ച് മരണം ഒഴിച്ച് ബാക്കിയല്ല എങ്ങനെയാ മരിച്ച്, എന്തുവായിരുന്നു ചെയ്ത്, ഈ വിഷയം സംസാരിക്കത്തില്ല. ഈ അലട്ടുന്ന വിഷയം ഒഴിച്ച് ബാക്കിയെല്ലാം സംസാരിക്കും. സംസ്കാരം നല്ലതായിട്ട് നടന്നു, ഡോക്ടർ വന്നു, അല്ലെ? ബാക്കിയെല്ലാം സംസാരിക്കും. കാര്യമായ വിഷയം, ജ്ഞാനമുളവാക്കുന്ന മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം ചിന്തിക്കത്തില്ല. മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന പൊതുവെ നമ്മളെന്താ അശുഭമായിട്ടാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മളൊരു വീട്ടിൽ കടന്നു ചെന്ന് അവര് നമ്മളെ സൽക്കാരത്തിന് വിളിച്ച് അവിടെ ചെന്ന് വെച്ചാൽ 3 മണിക്കൂർ മരണത്തെക്കുറിച്ച് സംസാരിച്ച് അവർ പറയും, അവൻ എവിടെ കിടന്നവനാണ് ഈ അശുഭമായ കാര്യമൊക്കെ കടന്നു വന്ന് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ആരുണ്ട് ഇതിലൂടെ ദൈവത്തിന്റെ കോപത്തെക്കുറിച്ചും അവനെ ഭയപ്പെടുവാൻ തക്കവണ്ണം തന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഇപ്പൊ നിങ്ങൾ സാധാരണഗതിയിലെ മനുഷ്യര്, അവര് തൊണ്ടയിൽ ഒരു വേദന വന്നിച്ച് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ ഒരു മുഴയുണ്ട്, ഒന്നുകൂടെ നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ക്യാൻസർ. അത് കുഴപ്പമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് അവർ കിടന്നുറങ്ങുമോ? ഇല്ല, അവര് പിന്നെ നെട്ടോട്ടമാണ്. പിന്നെ അയ്യോ ക്യാൻസർ ആയോ, അല്ലെ? ക്യാൻസറിനേക്കാളും പ്രശ്നം പിടിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സകല പാപത്തിനും ദൈവം ശിക്ഷ വെച്ചിട്ടുണ്ട്. ഓ, അതൊക്കെ ചെമ്മയും മതപരമായ എന്തെന്ന്, അല്ലെ? ഇതല്ലേ പൊതുവായിട്ടുള്ള മനുഷ്യന്റെ പ്രതികരണം. ഓ, അതൊന്നും വലിയ കാര്യമില്ല, ഇതിനെക്കുറിച്ചൊരു ബോധവും ഇല്ല.
അല്ലെ? നമ്മളിപ്പോ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ പോയി, അവർക്ക് വലിയ പഠിപ്പും വിദ്യാഭ്യാസം ഒന്നുമില്ല, അവരുടെ ഭാഷയിൽ ക്യാൻസർ ഒന്നും ഇല്ല, അവരെ പോയി നമ്മൾ ചികിത്സിച്ചപ്പോ അങ്ങനെ ക്യാൻസർ അങ്ങനെ കോട്ടെന്ന് പറഞ്ഞു പഴവും തിന്നിറങ്ങിപ്പോയി. നമ്മളെന്താ പറയും? വിവരമില്ല, ഇതിനെക്കുറിച്ച് വിവരമില്ല, ഈ രോഗം എത്ര പ്രശ്നം പിടിച്ചതെന്ന് അവർക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞവരാണ് മനുഷ്യന്റെ സ്ഥിതി. അവൻ മർത്യനാണെന്നും അവൻ പാപിയാണെന്നും അവന്റെ ജീവിതം ക്ഷണികമാണെന്നും അവൻ ഇതിനു വേണ്ടി യേശുക്രിസ്തുവിലുള്ള രക്ഷ സ്വീകരിക്കാതെ പോയാൽ അവൻ നേരെ ചെന്നെത്താൻ പോകുന്നത് എങ്ങോട്ടാ? ദൈവക്രോധത്തിലോട്ട്. ഇവനറിയുന്നില്ല. അതുകൊണ്ടാണ് മോശ ചോദിക്കുന്നത്, ഇതൊക്കെ ആര് ഗ്രഹിക്കുന്നു? അല്ലെ? അപ്പോൾ രണ്ടാമത്തെ യാഥാർത്ഥ്യം, ദൈവത്തിൽ വസിക്കാത്ത ഒരു സാധാരണ ഭാവിയായ മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ യാഥാർത്ഥ്യം, ഒന്നവൻ മർത്യനാണ്, രണ്ടവൻ പാതകനാണ്, മൂന്നാമത്തേത് അവൻ അപൂർണനാണ്. ദൈവം സമ്പൂർണനാണ്, എന്നാൽ മനുഷ്യൻ അപൂർണനാണ്. ദൈവമില്ലാതെ മനുഷ്യന് സ്വന്തം ജീവിതത്തിൽ നിത്യമായ സന്തോഷമോ തന്റെ പ്രവൃത്തികൾ നിത്യമായ ഒരു ഗുണമുണ്ടാക്കുന്നതായിട്ടോ മാറ്റുവാൻ മനുഷ്യന് കഴിയത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ദൈവമില്ലാതെ സ്വമേധ ഒരു മനുഷ്യനും തന്റെ ജീവിതത്തിൽ നിത്യമായ സന്തോഷമോ നിത്യമായ ഗുണമോ ഉളവാക്കാൻ കഴിയുകയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തത്വമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് ദൈവവചനം വെളിച്ചം നമുക്ക് പ്രകാശം നൽകുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഇവിടെ 13 മുതൽ 17 വരെ മോശ പ്രാർത്ഥിക്കുകയാണ്. മോശ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, മോശ എപ്പോഴെഴുതിയതാണെന്നൊരു ചോദ്യമുണ്ട്. ഈ 70-80 വർഷമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മോശയുടെ മരണത്തോടടുക്കുമ്പോൾ എഴുതിയതാവാൻ വഴിയില്ല. കാരണം മോശ 120 വരെ ജീവിച്ചു. ഇത് മിക്കവാറും പുറപ്പാടെല്ലാം കഴിഞ്ഞ്, അതായത് ഇസ്രായേൽ വിട്ടുകഴിഞ്ഞ് ഈ മരുഭൂമിയിലെ തലമുറ മത്സരിച്ച് ദൈവത്തോട് എതിർത്ത് കഴിഞ്ഞ് മരുഭൂമി കിടന്നിങ്ങനെ വട്ടം ചുറ്റി തുടങ്ങി. കാരണം കർത്താവ് പറഞ്ഞു, ഒരുത്തനും എന്റെ വാഗ്ദത്ത ദേശത്ത് വരത്തില്ല, ഇവരെല്ലാം മരിച്ചതിനു ശേഷം ഇവരുടെ മക്കളെ ഞാൻ കൊണ്ടുപോകും. അല്ലെ? അപ്പൊ 40 വർഷം പിന്നെ മരുഭൂമി ഇങ്ങനെ കിടന്ന് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെ? ദൈവം ഒരു പദ്ധതി അവരുടെ ജീവിതത്തിൽ കൊടുത്തു. അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ പിന്നെ മുന്നോട്ടൊന്നും പോകുന്നില്ല, വട്ടം കറങ്ങി. പല വിശ്വാസികളും ഉണ്ട് ഇങ്ങനെ. ദൈവിക വാഗ്ദത്തത്തിന് അനുയോജ്യമായ അനുസരണവും മാനസാന്തരവും കാഴ്ചവെക്കാത്തത് കൊണ്ട് വർഷങ്ങളായിട്ട് ഒരേ സ്റ്റേജിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരു മുന്നേറ്റവും വരുന്നില്ല. കാരണം വാഗ്ദത്ത നിവർത്തിക്കായിട്ട് ആവശ്യമായ ദൈവേഷ്ടം ചെയ്തില്ല. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്ത നിവർത്തി പ്രാപിക്കണം. അല്ലാത്തവർ ഇതുപോലെ മരുഭൂമി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ചരിത്ര പശ്ചാത്തലവും കൂടെ വെച്ചിട്ടാണ് മോശ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 13 മുതലുള്ള വാക്യങ്ങൾ, യഹോവേ മടങ്ങി വരണമേ, എത്രത്തോളം താമസം കർത്താവേ, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത് ഇങ്ങനെ മരുഭൂമി കിടന്ന് കറങ്ങാനല്ല, അല്ലെ? മിസ്രൈമും പോയി വാഗ്ദത്ത നാട്ടിൽ കയറിയും, രണ്ടും കെട്ട അനുഭവം, അല്ലെ? പഴയത് നഷ്ടപ്പെട്ടു, പുതിയതൊന്നും ലഭിച്ചു കിട്ടി. രണ്ടും കെട്ട അനുഭവത്തിലാണ്, അല്ലെ? പറയാൻ വിശ്വാസിയാ, എന്നാൽ വിശ്വാസികളുടെ ഒരു അനുഗ്രഹവും കിട്ടുന്നുമില്ല. കാരണം നേരെ ചെവിയുള്ള അനുസരണവും മാനസാന്തരവും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് കർത്താവേ ഞങ്ങളോട് മനസ്സലിയണമേ, സഹതാപം തോന്നണമേ. 14 മുതൽ 17 വരെ പിന്നീട് ഈ പ്രാർത്ഥനയാണ്, ഞങ്ങൾ നിന്നിലേക്ക് അടുക്കാം, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം, നീ ഞങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണം. അപ്പോ നീയുമായിട്ട് ചേർന്നാലേ ഇത് രണ്ടും സംഭവിക്കും എന്നുള്ളത് അതില് അന്തർലീനമായ ഒരു അർത്ഥമാണ്, അല്ലെ? നീ സന്തോഷിപ്പിച്ചാലേ ഞങ്ങൾക്ക് സന്തോഷം വരത്തുള്ളൂ, നീ അനുഗ്രഹിച്ച് നിന്റെ പ്രസാദം നൽകിയാലേ ഞങ്ങളുടെ പ്രവൃത്തികൾ എന്താകത്തുള്ളൂ, സാധ്യമാകത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ദൈവമില്ലാതെ അപൂർണനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ തൃപ്തി വരുത്തണം. അല്ലാതെ ഞങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന പദ്ധതിയോ ഞങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന വിഗ്രഹമോ ഞങ്ങൾ മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന അനുഗ്രഹമോ ഒന്നും ഞങ്ങൾ തന്നെ പോയി നേടിയെടുത്താൽ ഞങ്ങൾക്ക് എന്ത് വരത്തില്ല? തൃപ്തി വരത്തില്ല. ഇന്ന് ലോകം നോക്കിക്കേ, ലോകം എന്തോ അവരോട് പറയുന്നത്, പണം വേണം, പണമില്ലാത്തവൻ പിണം, അല്ലെ? സമൂഹത്തിൽ സ്ഥാനം വേണം, അല്ലെ? ഇതിനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ എങ്ങോട്ടായിരുന്നു അവർ ഓടേണ്ടത്? ദൈവത്തിന്റെ അടുക്കലേക്കായിരുന്നു ഓടേണ്ടത്. ഈ ദൈവത്തെ വിട്ടേച്ച പണം വേണം, സമൂഹത്തിൽ മാനം വേണം, സുഖം വേണം, സുഖലോലിപത വേണം, ഇതെല്ലാം ഓടുക. കാരണം അവന്റെ ഉള്ളിൽ അവന്റെ ഹൃദയം പറയുന്നത് ഇതൊക്കെ നേടിയാൽ നിനക്ക് സംതൃപ്തി ലഭിക്കും. പക്ഷെ സംതൃപ്തി ലഭിച്ചോ? എത്രയോ പണക്കാർ തൂങ്ങിച്ചാവുന്നുണ്ട്,
അല്ലെ? എല്ലാ സുഖലോലുപതകളുടെയും ഇടയിൽ കിടക്കുന്നവർക്ക് കൗൺസിലിംഗ് വേണം, സൈക്കോളജിസ്റ്റിനെ കാണണം. ഡിപ്രഷൻ അല്ലെ? ഒരുപാട് വലിയ സിനിമാക്കാർക്കൊക്കെ ഡിപ്രഷൻ. എന്താ അത് സൂചിപ്പിക്കുന്നത്? അതിലൊന്നും ഒരു സംതൃപ്തി ലഭിക്കത്തില്ല. നിനക്കൊരു വ്യക്തിയുമായിട്ടൊരു ബന്ധം വേണം. ആ വ്യക്തി നിന്റെ ജീവിതത്തിലില്ല. ആ വ്യക്തി ആരാ? ദൈവം. നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവാം ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്തതിന്റെ ശൂന്യതയാണ് നീ ഈ വസ്തുക്കളിലൂടെ എല്ലാം നികത്തുവാൻ നോക്കുന്നത്, അല്ലേ? ഇപ്പൊ എനിക്ക് എൻ്റെ അപ്പൻ എൻ്റെ അടുക്കൽ വേണമെന്ന് തോന്നുമ്പം അപ്പം വേണ്ട, ഞാൻ പോയി കുറച്ച് കാശുണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? മൂടെന്ന് പറയും. ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഒരു അനുഗ്രഹം വസ്തുക്കളിലൂടെ കിട്ടത്തില്ല. ഹൃദയത്തിന്റെ ശൂന്യത വസ്തുക്കൾ കൊണ്ട് നികത്തുവാൻ കഴിയത്തില്ല. അത് ബന്ധത്താലേ നികത്തത്തുള്ളൂ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ശൂന്യത മാറത്തുള്ളൂ. അതുകൊണ്ടാണ് മോശ പ്രാർത്ഥിച്ചത്, കർത്താവേ നീ തന്നെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണം. നിന്റെ ദയ, നിന്റെ മനസ്സലിവ്, നിന്റെ കനിവ്, നിന്റെ കൃപ, അത് ഞാൻ അനുഭവിക്കണം. നിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും ഉത്തരം എന്താ പറയാ? ദൈവസ്നേഹം അനുഭവിക്കണം. നമ്മളെ ഒന്നും പലരും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും സ്നേഹിച്ചിട്ടില്ല. അതിനുള്ള ഉത്തരം എന്താ അറിയോ? വീണ്ടും കുറെ പുതിയ ആൾക്കാരെ പോയി കണ്ടുപിടിച്ചിട്ട് അവർ സ്നേഹിക്കുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നതല്ല. അത് വീണ്ടും പൊട്ടത്തരമാണ്, അല്ലെ? നമ്മളെ ഈ മനുഷ്യന് കുഴപ്പം, ഇനി പുതിയ കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയാൽ, പുതിയ കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ അവർ സ്നേഹിക്കുമായിരിക്കും, അല്ലേ? ചില വിശ്വാസികളുണ്ട് സഭതോറും ഇങ്ങനെ നിരക്കിക്കൊണ്ടിരിക്കുക. കാരണം പല സഭയായിരുന്നു മറ്റത്. ഈ സഭയിൽ ചിലപ്പോൾ ആളുകൾ സഹായിക്കും, സ്നേഹിക്കും. ഇവിടെ ആള് കൊള്ളത്തില്ല. അവരിങ്ങനെ നെട്ടോട്ടി മരുഭൂമി കിടന്ന് കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്തോ ആവശ്യം? മനുഷ്യരല്ല ആവശ്യം, ദൈവം. അവന്റെ സ്നേഹം രുചിച്ചറിഞ്ഞാൽ ഹൃദയത്തിൽ സംതൃപ്തി വരും. പിന്നെ മനുഷ്യന്റെ സ്നേഹമൊന്നും ആവശ്യമില്ല. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ഭക്തന്മാരായ മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഭയങ്കര പ്രസന്ന മുഖത്തിലായിരിക്കും. അങ്ങനെയാണോ? എപ്പോഴും പാട്ടും പ്രാർത്ഥനയും സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുക. അവർക്ക് സംഗീതത്തോട് എന്തെങ്കിലും കമ്പം ഉണ്ടായിട്ടല്ല. ചിലപ്പോൾ നമ്മളൊക്കെ ഇവർ വിശ്വാസികൾ എപ്പോ പാട്ട് പ്രാർത്ഥന, പാട്ട് പ്രാർത്ഥന. ഇവർക്ക് ഈ പാട്ടിനോട് ഇത്ര വലിയ ഇളക്കം. അങ്ങനെ പാട്ടിനോട് ഇളക്കമുള്ളതുകൊണ്ടല്ല, ഉള്ളിൽ സന്തോഷമുള്ളതുകൊണ്ട്. സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ പാട്ട് പാടത്തില്ലേ? അല്ലെ? നിങ്ങൾ സന്തോഷമുള്ള വ്യക്തികൾ കണ്ടില്ല, അവർ പതുക്കെ സന്തോഷിച്ചും ഒരു പാട്ടൊക്കെ മൂളിയായിരിക്കും നടക്കുന്നത്. സന്തോഷം ഇല്ലാത്തവരോ ചത്ത പോലിരിക്കും, അല്ലെ? അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ വലിയ ഘോരമായ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാൻ, അല്ലെ? മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, അല്ലെ? ഒരു പ്രസന്നതയില്ല. എന്നാൽ ഭക്തരായ മനുഷ്യർ, അതെന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമോ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെ? ഭക്തരായ എത്രയോ മനുഷ്യരുടെ ജീവചരിത്രമൊക്കെ എടുത്ത് വായിക്കണം. അവര് തീച്ചൂളയുടെ അകത്ത് നിൽക്കുമ്പോഴാണ് സന്തോഷിച്ച് മറ്റുള്ളവരോട് ശുശ്രൂഷയൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുക. കാരണം എന്താണെന്നറിയോ? ഈ തീച്ചൂളയുടെ അനുഭവത്തിലും സാഹചര്യങ്ങളുടെ മധ്യത്തിലും അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവവുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് അവർ സന്തോഷിച്ചേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ ദൈവം അവന്റെ ദയയാൽ തൃപ്തി എനിക്ക് നൽകിയാൽ ആയുഷ്കാലമൊക്കെയും ഞാൻ ഘോഷിച്ചാനന്ദിക്കും. ഇനി ഈ പ്രാർത്ഥന ഒന്ന് കേട്ടെ. ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഓ, ഭയങ്കര പ്രാർത്ഥന അല്ലേ? കർത്താവേ 10 വർഷമായിട്ട് കഷ്ടപ്പെട്ടു, 10 വർഷം ഇനി സ്നേഹം തരണം, സന്തോഷം തരണം. ഭയങ്കര ഒരു എന്താ പറയാ, ബോൾഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന, അല്ലെ? നമ്മളാരും അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും മുതിരാറില്ല. പക്ഷെ മോശ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, വചനത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ 10 വർഷമായി 20 വർഷമായി മരുഭൂമി കിടന്ന് കറങ്ങുന്നു, ഇനി അതിനൊത്തവണ്ണം എനിക്ക് മറുപടിയായി സന്തോഷം തരണം. എന്തോ ആവശ്യം? അവനിലേക്ക് തിരിയണം, അത്രേ ഉള്ളൂ. അവനിലേക്ക് തിരിഞ്ഞാൽ അതിനൊത്തവണ്ണം അവൻ സന്തോഷിപ്പിക്കും. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. നമ്മളെ സന്തോഷിപ്പിച്ചു നമ്മുടെ പ്രവൃത്തി, അല്ലെ? നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നിലനിൽപ്പുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് മോശ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ പ്രവൃത്തി ചെയ്യുന്നത്, പ്രവൃത്തി 17-ാമത്തെ വാക്യം, പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് 16-ാമത്തെ വാക്യത്തില് ദൈവം നമ്മളോട് ചിലത് ചെയ്യണം. കണ്ടോ? നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. നിന്നെ അറിയണം, എന്നിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തി നിലനിൽക്കും. കണ്ടോ? അപ്പൊ ഇതെല്ലാം തെളിയിച്ച് കാണിക്കുന്നത് എന്തോ? മനുഷ്യൻ അപൂർണനാണ്.
അവനൊരു സമ്പൂർണതയില്ല, അവനൊരു പര്യാപ്തതയുമില്ല. അവൻ മതിയായവനല്ല, ദൈവമാണ് മതിയായവൻ. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എന്ത് പറ്റും? നിന്റെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കൈകളുടെ കാര്യമൊക്കെ സാധ്യമാകുന്നത്, എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ പ്രയത്നമൊക്കെ സാധ്യമാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. ദൈവം നിത്യനാണ്. അതിന്റെ അർത്ഥം അവൻ അനശ്വരനാണെങ്കിൽ അവൻ അമർത്യനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ സമ്പൂർണ്ണനാണ്. എന്നാൽ മനുഷ്യൻ, ദൈവത്തിൽ വസിക്കാത്ത പാപിയായ മനുഷ്യൻ ഇതൊന്നുമല്ല. അവൻ മർത്യനാണ്, മരണമുണ്ട്, അവൻ പാപിയാണ്, ദൈവക്രോധത്തിന്റെ കീഴിൽ കിടക്കുകയാണ്, അവൻ അപൂർണനാണ്. സ്വന്തമായിട്ട് സന്തോഷമോ സ്വന്തമായിട്ട് കാര്യപ്രാപ്തിയോ ഇല്ല, അല്ലെ? ഇത്രയും വെച്ചുകൊണ്ട് മോശയുടെ ഈ പ്രാർത്ഥനയിലെ ഏറ്റവും കാതലായ വാക്യം അതിന്റെ 12ാമത്തെ വാക്യമാണ്. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. മനുഷ്യ ജീവിതം ക്ഷണികമാണെന്ന് മനസ്സിലാക്കി, കർത്താവെ ഞങ്ങളുടെ ജീവിതം നിത്യമായതല്ലെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉപദേശിച്ചു തരണമേ. എൻ്റെ ജീവിതം ഹ്രസ്വമാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ജ്ഞാനം വരും. നമ്മുടെയൊക്കെ കുഴപ്പം എന്താ അറിയാം? ഇന്ന് അനുസരിക്കുന്നില്ല, നാളെ അനുസരിക്കാം, നാളെ നീളെ, അല്ലേ? നമ്മുടെയൊക്കെ വിചാരം ഇനി അനുസരിക്കാമല്ലോ. പലരോടും പറയും രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും. ഞാൻ മരിക്കാൻ നേരം എന്താ ഉറപ്പ്? ഈ മരിക്കാൻ നേരം ഇന്നല്ലെന്നും ഇപ്പോഴല്ലെന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അടുത്ത വർഷം 2024 ഡിസംബർ 31 ബ്രദർ ഒന്ന് വന്ന് പ്രസംഗിക്കണേ, ഞാൻ അന്ന് മാനസാന്തരപ്പെടും? അന്ന് ഈ ബ്രദർ ഉണ്ടോന്ന് പോലും ഉറപ്പില്ല, അല്ലെ? ജനുവരി 1 2023 ജീവിച്ചിരുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ? നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ മരണത്തിനൊക്കെ പോയില്ലേ ഈ വർഷം? ആരൊക്കെ എത്രയോ പേര് മരിച്ചു, അല്ലെ? നാളെ രാവിലെ തന്നെ പലരും കാണണമെന്നില്ല, ഇന്ന് രാത്രിയും പലരും മരിക്കും. അപ്പൊ ഉറപ്പില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാറ്റിവെക്കൽ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. നാളെ പഠിക്കാം. ഇപ്പൊ ചില പിള്ളേരുണ്ടല്ലോ, മാർച്ചിലെ പരീക്ഷ വരും, മാർച്ച് വേണ്ട സെപ്റ്റംബറിൽ എഴുതാം, അല്ലേ? SLC മറ്റേതിനൊക്കെ ഉണ്ടല്ലോ, സെപ്റ്റംബർ അത് അടുത്ത മാർച്ചിന് എഴുതാം, അടുത്ത മാർച്ച് കഴിയുമ്പോൾ അത് അടുത്ത സെപ്റ്റംബറിന് എഴുതാം. ഒരു കാലത്ത് ഇവൻ പരീക്ഷ എഴുതി പാസ്സാവാൻ പോകുന്നില്ല, അല്ലെ? മടിയൻ, അലസത കാണിച്ചു കൊടുക്കാൻ, മാറ്റി വെക്കാം, പിന്നെ ആവാം, കുറച്ചുകൂടെ ഞാൻ ലോകത്തിലൊക്കെ ഒന്ന് ജീവിച്ചിട്ട് പിന്നെ. അതിനെതിരെയുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ കർത്താവെ അധികം സമയമില്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കണം. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങള് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതം ഒരു 72 വയസ്സാണെന്ന് വെക്കുക. ഈ 72 വയസ്സ് നമ്മൾ ഒരു 24 മണിക്കൂർ ദിവസമാക്കി മാറ്റുകയാണെങ്കിൽ ഒരു വർഷം 20 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സായെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് 60 വയസ്സായെങ്കിൽ രാത്രി 8 മണിയായി കഴിഞ്ഞു. ഇനി 4 മണിക്കൂറും കൂടെ ഉണ്ടോ? നിങ്ങളുടെയൊക്കെ പ്രായം എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ പ്രായം വെച്ച് നോക്കുക, ഈ ക്ലോക്കിൽ എവിടെ എത്തി? 36 വയസ്സിന് മേളിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞു കേട്ടോ. നമ്മുടെയൊക്കെ ഊണ് കഴിഞ്ഞു പലരുടെയും, അല്ലെ? അപ്പോ ഭൂരിപക്ഷം പേരും ഉച്ചക്കൊക്കെ കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ പകുതി കഴിഞ്ഞു, അല്ലെ? എപ്പോഴും നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ മാനസാന്തരപ്പെടാം, പിന്നെ ബൈബിൾ പഠിക്കാം, അല്ലെ? ബൈബിളിലെ പല പുസ്തകവും നമ്മൾ വായിക്കാത്ത, അത് പിന്നെ വായിക്കാം. പിന്നെ ഉണ്ടോ? ചിലപ്പോ കാണത്തില്ലായിരിക്കും, അല്ലെ? അപ്പോ ഇന്ന് ഞാൻ ഗുണം അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, വർഷാന്ത്യ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ 2023 എങ്ങനെയായിരുന്നു? 2023 ജനുവരിയിലെ 1 ചില തീരുമാനങ്ങളൊക്കെ എല്ലാവരും എടുത്തല്ലോ, അല്ലെ? ന്യൂ ഇയർ റെസൊല്യൂഷൻ. പിന്നെ അത് മാറ്റി വെച്ച് പിന്നെ അതങ്ങ് മറന്നേ പോയി. ഇപ്പതാ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോ ഡിസംബർ 30, അല്ലെ? ഈ വർഷം ഒരു ഉറക്കം പോലെ തോന്നിയ എത്ര പേരുണ്ട്? 4 മണിക്കൂർ ഒരു യാമം പോലെ ഇരുന്നു, അപ്പേന്ന് തീർന്നു കഴിഞ്ഞു, അല്ലെ? പ്രായം കൂടുന്തോറും ഇത് പെട്ടെന്നായിട്ട് തോന്നും. ചെറുപ്പക്കാർക്ക് അത്ര തോന്നത്തില്ല. പ്രായം കൂടുന്തോറും വർഷങ്ങളൊക്കെ പറക്കുകയാണല്ലോ, അല്ലെ? വർഷമൊക്കെ എത്ര പെട്ടെന്ന്, ജനുവരി 1 ഇന്നലെ പോലും ഇരിക്കുന്നു, അതെ? ആ സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ ജീവിതം ഹ്രസ്വമാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ദൈവത്തോട് മടങ്ങി വരണം, അവനിൽ വസിക്കണം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
ഈ വർഷം എത്രയൊക്കെ അനുസരണങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചു? ഏതൊക്കെ മേഖലകളിലെ അനുസരണം പിന്നീടാവാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു? അത് മാനസാന്തരപ്പെട്ടോ പിന്നീട്? അയ്യോ, ഈ മാറ്റിവെച്ചത് ഞാൻ പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ചില സർക്കാർ ഓഫീസൊക്കെ ചില ഫയലെടുത്ത് മാറ്റി വെക്കും, പിന്നെ അതിങ്ങനെ പൊടിയടിച്ചോണ്ടിരിക്കുക അല്ലെ? നമ്മളും കർത്താവ് നമുക്ക് ഏൽപ്പിച്ച ചില ഫയലൊക്കെ മാറ്റി വെച്ചിരിക്കുക. പൊടി അടിച്ചത് ഇപ്പൊ 7 അയലത്ത് പോകാൻ പറ്റത്തില്ല അല്ലെ? മാറ്റിവെച്ച അനുസരണങ്ങൾ കർത്താവ് അതിൽ 2022 പറഞ്ഞത് അനുസരിച്ചോ? അപ്പൊ അത് ക്യാരി ഓവർ 2023 അല്ലെ? അങ്ങനെ എത്ര വർഷത്തെ ക്യാരി ഓവർ നമുക്കൊക്കെ ഉണ്ട്? 2013 പറഞ്ഞത് അനുസരിച്ചോ? അന്ന് നിങ്ങൾ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉള്ളവരോട് ചോദിക്കാം അല്ലെ? 2013 പറഞ്ഞത് ക്യാരി ഓവർ ചെയ്ത് 10 വർഷമായിട്ട് ഇപ്പൊ ഈ വർഷം ഉണ്ടോ അല്ലെ? ചില ഈ ബാങ്കിലൊക്കെ പോയാണ്ടല്ലോ കടം കയറുന്ന പറഞ്ഞ പോലെ അനുസരണത്തിൽ കടമുണ്ടോ നിങ്ങൾക്ക്? 2013 കർത്താവ് പറഞ്ഞു ഈ വർഷം നീ ഇത് അനുസരിക്കണം. 10 വർഷമായിട്ട് ഇതുവരെ അനുസരിച്ചിട്ടില്ല. ഉണ്ടോ അങ്ങനത്തെ മേഖലകൾ? എന്തോ അത് സൂചിപ്പിക്കുന്നത്? ജ്ഞാനമില്ലാത്ത ഹൃദയമാണ്. നാളുകളെ എണ്ണുന്നില്ല. നമ്മുടെയൊക്കെ വിചാരം 72 വയസ്സ് വരെയൊക്കെ എന്തായാലും ജീവിക്കും. എന്തുറപ്പിരിക്കുന്നു? എന്തുറപ്പ്? നിങ്ങൾക്ക് എന്തുറപ്പിരിക്കുന്നു? അതുകൊണ്ട് 2023 നമുക്കത് ചിന്തിക്കാം. ഇതാണ് വിശകലനം ചെയ്യാൻ നേരത്തെ പറഞ്ഞത്, അവലോകനം ചെയ്യാന്ന് പറഞ്ഞത്. നിങ്ങൾ അനുസരണമൊക്കെ മാറ്റിവെച്ചോ? നിങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞോ? ഈ 2023 ദൈവത്തിൽ വസിച്ചാണോ നിങ്ങൾ ജീവിച്ചേ? ദൈവമായിരുന്നോ നിങ്ങളുടെ സങ്കേതം? നിങ്ങൾ മർത്യനാണ്, വിശുദ്ധനല്ല, അല്ലെങ്കിൽ പാപിയാണ്, ഞാൻ സമ്പൂർണത ഇല്ലാത്തവനാണെന്നൊക്കെ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ചോ? ദൈവത്തിൽ പൂർണ്ണമായിട്ട് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയും വസിച്ചോ? അതോ വിസിറ്റ് ചെയ്തതേ ഉള്ളോ അല്ലെ? സൺഡേ തോറും ദൈവത്തെ വന്ന് കണ്ടു, അതല്ല വസിക്കൽ അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് വിസിറ്റാണ്. നിങ്ങൾ വസിക്കുകയാണ് ആ വീട്ടില്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വസിക്കുകയല്ല, പലപ്പോഴും വന്നെങ്കിലായി അല്ലെ? അത് ഈ പറഞ്ഞ ചിത്രത്തിൽ ഏതാ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചിത്രം? സൺഡേ തോറും വന്ന് കാണാറുണ്ട് അല്ലെ? ഒരാലയം അല്ലെ? നമ്മൾ മതത്തിലൊക്കെ പഠിച്ചിരിക്കുന്നതാണ്, ഒരു ആലയത്തിൽ ഒരു ദൈവം ഇരിക്കൊണ്ട്. ഇവിടെ ഒരു ദൈവവും ഇല്ല ഈ മുറിക്കകത്ത്. അത് നിങ്ങൾക്കറിയാം, ഈ മുറിക്കകത്ത് ദൈവമൊന്നുമില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്ന എവിടെയും ഞാൻ ഇറങ്ങി വരും. നമ്മൾ ഈ സഭ വിട്ടുപോയി, ഈ ആലയം വിട്ടുപോയി, ഇവിടെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് പല്ലിയും പാറ്റയും പൊടിയും മാത്രമുണ്ട്. ദൈവം ഇറങ്ങി വരുന്നത് തന്റെ ജനത്തിന്റെ മധ്യത്തിലാണ്. അതുകൊണ്ട് ഈ മുറിയിലോ ഈ ബിൽഡിങ്ങിൽ കടന്നു വന്ന ഉടനെ ദൈവമൊന്നുമില്ല. അതൊക്കെ തെറ്റായ മതപരമായ ചിന്തയാണ്. അപ്പൊ ദൈവത്തെ കണ്ടുമുട്ടുന്നവരാണോ നിങ്ങൾ, അതോ ദൈവത്തെ വസിക്കുന്നവരാണോ? ഇതൊക്കെ 2023 കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ജീവിച്ചു? അതിനൊത്തവണ്ണം നിങ്ങൾ മാനസാന്തരപ്പെട്ടോ? പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ യോഹന്നാൻ 15:4-5 ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. യോഹന്നാൻ 15:4-5. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങൾ അപൂർണനാണ്, നിങ്ങൾക്കൊരു സമ്പൂർണതയില്ല. നിങ്ങൾ എന്നിൽ വസിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മുന്തിരിവള്ളിയും കൊമ്പും എന്നുള്ള ആ ചിത്രം പോലെ അല്ലേ? മരത്തിന്റെ ഒരു കൊമ്പ്, ഒരു ശാഖ മരവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ വേരിൽ നിന്നുള്ള ജീവനൊക്കെ പ്രാപിച്ച് അതിന് ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് വിശ്വാസികൾ. നിങ്ങളൊക്കെ വസിച്ചോ അതോ വിസിറ്റ് ചെയ്തോ? 2023 വസിക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വസിച്ചെങ്കിലേ ഈ നേരത്തെ പറഞ്ഞ 3 മാനുഷിക യാഥാർത്ഥ്യങ്ങൾ, മർത്യനാണ്, പാതകനാണ്, സമ്പൂർണതയില്ലാതെ അപൂർണനാണെന്നൊക്കെ പറഞ്ഞ് ഈ മാനുഷിക യാഥാർത്ഥ്യങ്ങളെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ദൈവത്തിൽ വസിക്കണം. കാരണം അവനിലാണ് ജീവൻ, അവനിലാണ് വീണ്ടെടുപ്പ്, അവനിലാണ് സകല സമ്പൂർണത. അങ്ങനെ വസിക്കുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കടന്നു വരുമെന്നുള്ളതാണ് 91-ാമത്തെ സങ്കീർത്തനം. അപ്പൊ ഇനി 91-ാം സങ്കീർത്തനത്തിലേക്ക് കടക്കാം. ഞാൻ വായിക്കട്ടെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, കേട്ടല്ലോ, വസിക്കുകയും
സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. അവനെ കാണിച്ചു കൊടുക്കും. 90-ാം സങ്കീർത്തനം വളരെ എന്താ പറയാ, ഒരു മ്ലാനത നിറഞ്ഞ ഒരു സങ്കീർത്തനമാണ് അല്ലെ. നമുക്കെല്ലാം വായിച്ചപ്പോ ഒരു വിഷാദവും ദുഃഖമൊക്കെ വന്നു. ഇത് കണ്ടോ, അവനിൽ വസിക്കുന്നവന്റെ അനുഗ്രഹങ്ങളായി വായിച്ചത്. അതുകൊണ്ടാണ് ഈ 2 സങ്കീർത്തനം ഒരുമിച്ച് ധ്യാനിക്കണമെന്ന് പറഞ്ഞത്. വീഴ്ചയിൽ താഴ്ചയിൽ വീണുപോയ മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന 3 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ അവിടെ തീർന്നില്ല കഥ. ഇനി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ വസിക്കുന്ന ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നറിയാവോ? അതാണ് 91-ാം സങ്കീർത്തനം അല്ലെ. 1-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവും ഒന്ന് ശ്രദ്ധിക്കണമേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സങ്കേതമായി വിളിക്കുന്നവരെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 9-ാമത്തെ വാക്യം, യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. 14-ാമത്തെ വാക്യം, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ. അപ്പൊ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കണം. അവന്റെ മറവിൽ വസിക്കുന്നവനാണ്, അവനെ സങ്കേതമായി എണ്ണുന്നവനാണ്, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നവനാണ്. അല്ലാതെ ചുമ്മാ സ്നാനപ്പെട്ടു സഭയെ വരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമായിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണോ? ഞാൻ അവന്റെ മറവിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നിഴലിൽ നിൽക്കുകയാണെന്ന പോലെ ആ ചിത്രമാണ് അല്ലെ. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ. അപ്പൊ എന്റെ മുമ്പിൽ കർത്താവ് നിന്നാൽ ഞാൻ ആ നിഴലിന്റെ കീഴിലായിരിക്കും. അങ്ങനെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? അവനാണോ നിങ്ങളുടെ മറയിടം, നിങ്ങളുടെ സങ്കേതം? ഈ സങ്കേതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, ഒരു കോട്ട എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരു സുരക്ഷയ്ക്കായിട്ട് ഓടിച്ചെല്ലുന്നിടം, റെഫ്യൂജ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെ. ഈ തുറപ്രദേശത്തുള്ളവരെ കണ്ടിട്ടില്ലേ? കാറ്റും കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ എന്ത് പറയും? അവരെ മാറ്റിപ്പാർപ്പിച്ചു അല്ലെ, ക്യാമ്പിൽ പോയി എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ദുരിതാശ്വാസ ക്യാമ്പാണോ ദൈവം? ഏത് കൊടുങ്കാറ്റടിച്ചാലും ഓടിപ്പോകുന്നിടം, സുരക്ഷ നൽകുന്ന സ്ഥലം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ സങ്കേതം എന്റെ ദൈവമാണ്. ചിലരുടെയൊക്കെ സങ്കേതം പാസ്റ്റർമാരെ ഫോൺ വിളി തുടങ്ങണേ, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ അല്ലേ. നിങ്ങൾ ദൈവത്തെ സങ്കേതമാക്കാദ്യം, പിന്നെ ആളുകളൊക്കെ വിളിച്ച് പ്രാർത്ഥന ചോദിക്കുക. പ്രാർത്ഥന നല്ല കാര്യം, ചോദിക്കുന്നതിനും തെറ്റില്ല. പക്ഷെ മനുഷ്യനല്ല ആശ്രയം അല്ലേ. പിന്നെ പറഞ്ഞിരിക്കണം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ അല്ലെ. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ പേടി വന്ന കണ്ടിട്ടുണ്ടോ? അമ്മയുടെ സാരി തുമ്പിൽ ഇങ്ങനെ പിടിച്ച്, പിന്നെ അമ്മയ്ക്ക് നടക്കണമെങ്കിൽ ഇതിങ്ങനെ ഏന്തി വലിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. കാരണം പേടിച്ചിരിക്കുക. പേടി വരുന്നോറും മുറുക്കം കൂടും. നമ്മൾ അങ്ങനെയാണോ? പ്രതികൂലം വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം മുറുകുകയാണോ? അതോ പ്രതികൂലമൊക്കെ ഈ ദൈവം തരുന്നു, എന്നാ പിന്നെ ദൈവത്തെ ഞാൻ കളഞ്ഞേക്കാം, അങ്ങനെയുള്ളവരുണ്ട് അല്ലേ? ഇല്ലേ? പ്രതികൂലം വന്നപ്പോൾ കളഞ്ഞേച്ചു പോയവരുണ്ട്. അതോ പ്രതികൂലം വരുമ്പോൾ മുറുക്കം കൂടി, ദൈവത്തിനുള്ള ആശ്രയം വർദ്ധിച്ചു. അതാണ് പറ്റിയിരിക്കുന്നവൻ കേട്ടോ. ആ ചിത്രം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ അനുഗ്രഹം കേട്ടോ. അത്
അല്ലാതെ ചുമ്മാ പേരിന് വിശ്വാസി എന്ന് പറയുന്നവർക്ക് ആർക്കും അല്ല. അവനിൽ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് അവൻ പറയും. കണ്ടോ, ആശ്രയം ദൈവത്തിൽ. അല്ലാതെ പേരിന് 10 പേര് നിങ്ങളെ വിശ്വാസിയെന്നോ രക്ഷിക്കപ്പെട്ടവരെന്നോ പറഞ്ഞാൽ പോരാ. ലേബലല്ല ഇവിടെ കാര്യം. ദൈവത്തിലുള്ള ഹൃദയത്തിലെ ആശ്രയം. ആശ്രയമുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ളവർക്ക് മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുതൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കർത്താവിൽ സംരക്ഷണവുമുണ്ട്, സുരക്ഷയുമുണ്ട്. സംരക്ഷണവുമുണ്ട്, സുരക്ഷയുമുണ്ട്. നാലാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഈ ചിത്രം ഒരു തള്ളപ്പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന, അല്ലെ? നമ്മൾ കോഴിയൊക്കെ കണ്ടിട്ടില്ലേ? കോഴിയുടെ കുഞ്ഞുങ്ങൾ പോയി കോഴിയുടെ അടിയിലോട്ട് കയറും, അല്ലെ? ചിറകിന്റെ കീഴിലോട്ട് കയറും. ആ ഒരു ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഈ ചിത്രത്തിന് വേറൊരർത്ഥവും കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഇതിന്റെ അക്ഷരീയമായ അർത്ഥം. പക്ഷേ ഈ ചിറകിൻ കീഴിലാക്കുക എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കാം. വാക്യങ്ങൾ വായിച്ച് സഹായിക്കുന്ന സഹോദരങ്ങൾ ദയവായി വായിക്കാം. ഒന്ന് റൂത്തിന്റെ പുസ്തകം 3:9. റൂത്തിന്റെ പുസ്തകം 3:9. റൂത്തിന്റെ പുസ്തകം എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റൂത്ത് എന്ന് പറഞ്ഞൊരു സഹോദരി, അവള് മോവാബ് ദേശക്കാരിയായിരുന്നു. പക്ഷെ അവള് ക്ഷാമകാലമൊക്കെ കഴിഞ്ഞ് അവളുടെ അമ്മായിയമ്മ തിരിച്ച് ഇസ്രായേലിൽ കടന്നു വന്നപ്പോൾ അവൾ ആ അമ്മായിയമ്മയുടെ കൂടെ തിരിച്ചു വന്ന് ദൈവജനത്തോട് കൂടെ നിന്നു. അതിനുശേഷം സംഭവിച്ച ഒരു കാര്യമാണ് വായിക്കുന്നത്. റൂത്തിന്റെ പുസ്തകം എടുക്കാൻ അറിയാവുന്ന ഒരു ദൈവം ഇതെടുത്ത് വായിക്കുക. റൂത്തിന്റെ പുസ്തകം 3:9. ആ, പുതപ്പടിയന്റെ മേലിടണമേ. ആ, അപ്പൊ ഇത് ബോവാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനോട് പറയുകയാണ്, നീ എന്നെ കല്യാണം കഴിക്കണമേ. അതിന് അന്നത്തെ കാലത്ത് പറയുന്നത് പുതപ്പിടുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ച അതേ വാക്കാണ്, ചിറകിൻ കീഴിൽ. നമ്മുടെയൊക്കെ നാട്ടില്, പ്രത്യേകിച്ച് എന്റെയൊക്കെ പഴയ സമുദായ ബാക്ക്ഗ്രൗണ്ടില് കല്യാണം കഴിക്കുന്നതിന് വേറൊരു പേരുണ്ട്, പുടവ കൊടുക്കുക, അല്ലെ? ഈ പുടവ കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സാരി എടുത്ത പുള്ളിക്കാരുടെ തലയിൽ കൊടുക്കും, അല്ലെ? അത് തന്നെ അതിന്റെ യഹൂദ പശ്ചാത്തലത്തിലുള്ള കാര്യമാണ്. റൂത്തിന്റെ പുസ്തകത്തിൽ തന്നെ 2:12 എന്ന് വായിച്ചേ. റൂത്തിന് അതേ ചിത്രം ആത്മീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. റൂത്ത് 2:12. ആ, ആ മോവാബ് ദേശക്കാരിയായ നീ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ബോവാസ് എന്ന മനുഷ്യൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ചിറകിൻ കീഴിൽ വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുക, വിവാഹം കഴിക്കുക. ഈ 2 ചിത്രവും ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം എന്താ സൂചിപ്പിക്കുന്നത്? ഉടമ്പടി ബന്ധത്തെയാണ്, അല്ലെ? ദൈവവുമായിട്ട് നമ്മളൊരു ഉടമ്പടി ബന്ധമാണ്. വിവാഹം കഴിക്കുമ്പോഴും വേദപുസ്തക പ്രകാരം അതൊരു ഉടമ്പടി ബന്ധം, സാധാരണ ബന്ധമല്ല, അല്ലെ? നിങ്ങളിപ്പോ ഒരു മുറുക്കാൻകടയിൽ പോയിട്ട് അയാളായിട്ട് സംസാരിക്കുമ്പോഴും ഒരു ബന്ധമുണ്ട്, ഭർത്താവും ഭാര്യയും തമ്മിലും ഒരു ബന്ധമുണ്ട്. സാധാരണ ബന്ധമല്ല, ഉടമ്പടി, അല്ലെ? ഉഭയസമ്മതം പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നൊരു ബന്ധമാണ്, അല്ലെ? അങ്ങനത്തെ ഒരു ഉടമ്പടി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ചിറകിൻ കീഴിലാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിൽ ഉടമ്പടി കാത്തു സൂക്ഷിച്ച് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ പ്രതിബദ്ധതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ചിറകിൻ കീഴിൽ എന്ന് പറഞ്ഞത്. അങ്ങനെ പക്ഷെ ചിറകിൻ കീഴിൽ കടന്നു വന്ന എന്താ ഗുണം? നീ ശരണം പ്രാപിച്ച ആളുടെ ഗുണം എന്താ? 4-ാമത്തെ വാക്യത്തിന്റെ അവസാനം, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. എന്താ ഈ പരിചയം പലകയും? പരിച എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. പരിച വാളിന്റെ കൂടെ ഒരു വട്ടം ഇഡലി തട്ട് പോലെ ഇരിക്കും, കുഴിയൊക്കെ ഉള്ളത്. അത് ഒരാൾ വാള് വീശ പിടിക്കാൻ, അല്ലേ? ഈ പലക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുറ്റും, അത് ആ വാക്ക് തന്നെ എബ്രായ ഭാഷയില് അതിന്റെ അർത്ഥം ചുറ്റും എന്നുള്ളതാണ്. സറൗണ്ടിങ് എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പൊ അതാണ് പലക എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പരിചയം അറിയാലോ, ഈ നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കിൽ നിന്ന് ഒരുത്തം കുത്തിയാൽ കുറച്ച് ജിംനാസ്റ്റിക്സ് കാണിച്ചാലേ തിരിഞ്ഞ് പരിചയം പിടിക്കാൻ പറ്റും. ഇത് അതല്ല, ഇത് ചുറ്റും ഒരു പലക. ഏത് ദിശയെന്ന് ദുഷ്ടൻ വന്നാലും സംരക്ഷണം, അല്ലേ? അത് എന്തോ നമ്മുടെ സംരക്ഷണം, എന്തോ നമ്മുടെ പരിചയം, എന്തോ നമ്മുടെ പലക? അവന്റെ വിശ്വസ്തത. കർത്താവ് വിശ്വസ്തനാണ്. ആ വിശ്വസ്തത എന്റെ പരിചയം പലകയുമായിരിക്കും. ഉടമ്പടി ബന്ധത്തിൽ നിങ്ങൾ അത് ചിന്തിക്കണം. എന്നോട് അവൻ ആ ഉടമ്പടി പ്രകാരം വിശ്വസ്തനായിരിക്കും. ഭാര്യമാർക്കറിയാം, അല്ലെ? വിശ്വസ്തനായ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ
എപ്പോഴും എന്നോട് കൂറ് കാണിക്കും, എന്നോട് നീതി പുലർത്തും, കല്യാണം കഴിച്ച ദിവസം എടുത്ത ഉഭയസമ്മതത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെ? എന്ന് പറഞ്ഞാൽ ഉടമ്പടി ബന്ധത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ദൈവം എന്നോട് ചില കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു, സത്യം ചെയ്തു എന്നോട്, അല്ലെ? പ്രതിജ്ഞ എടുത്തവൻ, നിന്നെ ഞാൻ എൻ്റെ ജനമാക്കും, നീ എൻ്റെ മകനാണ്, മകളാണ്, അല്ലെ? നിന്നെ ഞാൻ സംരക്ഷിക്കും, നിനക്ക് ഞാൻ ചെയ്യും. അത് എല്ലാം ദൈവം നമുക്ക് ഉടമ്പടിയിലൂടെ കടന്നു വരുമ്പോൾ ദൈവം പലതും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വിശ്വസ്തത, ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാനുള്ള കർത്താവിന്റെ തീക്ഷ്ണമായ വിശ്വസ്തത എന്റെ പരിചയമാണ്. ശത്രുവിന്റെ മുന്നിൽ എനിക്ക് സംരക്ഷണം നൽകുന്നത് എന്താണ്? എന്നോട് ഉടമ്പടി എടുത്തിരിക്കുന്ന, ബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. പറഞ്ഞു മനസ്സിലായോ? പോരാട്ട മുഖത്ത് എനിക്ക് സംരക്ഷണം നൽകുന്നത് എനിക്ക് വിശ്വസ്തനായ ഒരു ദൈവമുണ്ടെന്നുള്ള സത്യമാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ദൈവം അറിയാതെ ഒരു ദിവസം ഒരു അസ്ത്രമൊന്നും വരാൻ പോകുന്നില്ല. ചുറ്റും പലകയായി അവൻ വിശ്വസ്തനായി നിൽക്കും. അവന്റെ ചിറകിൻ കീഴിൽ എനിക്ക് പൂർണ്ണമായ സംരക്ഷണം ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. എന്തിൽ നിന്നെല്ലാം എനിക്ക് സംരക്ഷണമുണ്ട്? ചുറ്റും സംരക്ഷണമാണ്, അല്ലെ? 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് രാത്രിയിലെ ഭയം. ചിലർക്കൊക്കെ ഈ രാത്രിയാകുമ്പോൾ ഭയം വരും, അല്ലെ? ചില വ്യക്തികൾക്ക് പൊതുവെ രാത്രി ഇരുട്ട് ആയി കഴിഞ്ഞാൽ ഭയം, ഇരുട്ടുള്ള മുറി പോവാൻ ഭയം, ഉറങ്ങാൻ നേരം ഭയം, അല്ലെ? രാത്രിയിലെ ഭയം. ചിലർക്ക് പകൽ പറക്കുന്ന അസ്ത്രം, അത് യുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ യുദ്ധം പകൽ മാത്രമേ ഉള്ളൂ, രാത്രി യുദ്ധം ചെയ്യാനുള്ള ലൈറ്റും ഇലക്ട്രിസിറ്റിയും ഒന്നുമില്ല. ആ പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നമുക്ക് അറിയാത്ത രീതിയിലൊക്കെ പകരുന്ന രോഗങ്ങൾ, അല്ലെ? ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. ഈ വൈറസ് ഒക്കെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, അല്ലെ? ഇരുട്ടിൽ പറക്കുന്ന മഹാമാരി, പിന്നെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതെല്ലാം ഇവിടെ ഒരു പൈശാചിക ധ്വനിയുള്ള വാക്കുകളാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വെറുതെ പേടിയോ വെറുതെ ഉള്ള മഹാമാരിയെ കുറിച്ച് മാത്രമല്ല, എന്നാലും അങ്ങതും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ കണ്ടോ, 4 കാര്യങ്ങൾ കണ്ടോ? ഭയം, പിന്നെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അസ്ത്രം, മഹാമാരി, അതായത് രോഗം, ശാരീരിക രോഗം, പിന്നെ മരണം. ഇതിനെ ഒന്നും എന്ത് ചെയ്യേണ്ടെന്നാ പറഞ്ഞിരിക്കുന്ന 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം? ഇതിനെ ഒന്നും നിനക്ക് പേടിക്കാനില്ല. സ്വാതന്ത്ര്യം കടന്നു വന്നു. ഭയത്തെ, രാത്രിയിലത്തെ ഭയത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ചുറ്റും പരിചയം പലകയുമായി വിശ്വസ്തനായ ദൈവമുണ്ട്. നീ ചിറകിൻ കീഴിലാണ്. അവിടെ ഒരു പേടിയും വേണ്ട, ഒരു ഭയവും വേണ്ട, ഒരു അസ്ത്രവും വരാൻ പോകുന്നില്ല, ഒരു മഹാമാരിയും വരാൻ പോകുന്നില്ല, ഒരു സംഹാരകനും വരാൻ പോകുന്നില്ല. അവിടെ നിനക്ക് സംരക്ഷണമുണ്ട്. നിന്റെ വലതുവശത്ത് 1000 പേരും, അല്ല വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും ഒക്കെ വീഴുമായിരിക്കും. സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പം ഇപ്പൊ പിടിക്കും, അല്ലെ? പലർക്കും ഈ പേടി വരുന്ന എപ്പോഴാണ്? കണ്ണൊക്കെ തുറന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ. ഒന്നും മനസ്സിലാക്കാത്തപ്പോൾ പേടിയില്ല, അല്ലെ? ചില പിള്ളേരെ കണ്ടിട്ടില്ലേ? അവർക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് അവർ ഉറങ്ങും, അല്ലെ? നമുക്ക് മനസ്സിലായത് കൊണ്ട് പേടി, അല്ലെ? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് കൊണ്ട് പേടി. ഇപ്പൊ കൊച്ചു പിള്ളേർക്കൊക്കെ അസുഖം വരുമ്പം അവര് കിടന്നുറങ്ങും, ഐസ്ക്രീം കൊടുത്താൽ അത് കിടന്നുറങ്ങും. നമുക്കാണ് ഇവന് ഈ രോഗം ഉണ്ടല്ലോ, എന്ത് ചെയ്യും, അല്ലെ? ആ കുഞ്ഞിനൊന്നും അറിഞ്ഞൂടാ. നമുക്ക് മനസ്സിലായതുകൊണ്ട് പേടി. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ദൈവത്തിലുള്ള ആശ്രയമൊക്കെ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായി സാഹചര്യമൊക്കെ നോക്കും. അയാൾക്കും വന്നു, ഇയാൾക്കും വന്നു, പ്രശ്നമായി, അടി കിട്ടുന്നുണ്ട് ഉറപ്പായി. വലതുവശത്ത് 1000-ഉം 10,000-ഉം ഒക്കെ വീണോണ്ടിരിക്കുക. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ അടുക്കൽ വരികയില്ല, കാരണം നീ ചിറകിൻ കീഴിലാണ്, അല്ലെ? നമ്മൾ സ്ഥിരം പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, വലതുവശം 1000, ചേർന്ന് പാടിയാട്ടെ. വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. പാടിയാട്ടെ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവേ. പാടിയാട്ടെ. നിഴലിൻ മറയുവസിച്ചിടും ഞാൻ. കാരണം ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് എം. ഇ. ചെറിയാൻ അങ്കിള് ഈ പാട്ട് എഴുതിയത്, അല്ലെ? അവന്റെ നിഴലിൻ കീഴിൽ ഞാൻ വസിക്കും, വലമിടമായിരവും 10,000 ഒക്കെ വീഴട്ടെ, വല്ലഭൻ കാത്തു. സ്തോത്രം.
അത് കഴിഞ്ഞിട്ട് 8ാമത്തെ വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രഭാവം. അതായത് ദൈവത്തിൽ വസിക്കാത്തവർക്ക് പല കാര്യങ്ങളും സംഭവിക്കും, പക്ഷെ നിനക്ക് ദൈവം സംരക്ഷണം തന്നെ നൽകും. ഇനി അത് കഴിഞ്ഞ 8ാമത്തെ വാക്യത്തിന്റെ അവസാനം, അല്ലെങ്കിൽ 9ാമത്തെ വാക്യത്തിന്റെ തുടക്കം, സങ്കീർത്തന കർത്താവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, യഹോവ നീ എന്റെ സങ്കേതം ആകുന്നു. ആ ഉടമ്പടി ബന്ധത്തിൽ അവൻ ഏറ്റു പറഞ്ഞു. ഇപ്പൊ തന്നെ നിങ്ങൾ പലരും പാടിയപ്പോ ഈ പാട്ടിന്റെ വരികൾ വെറുതെ ഓർത്ത് പാടിയതാണോ, അതോ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഹ്വാനമായിരുന്നോ? നിങ്ങളെ ഏറ്റു പറയുക, എന്റെ വിശ്വാസമാണ് ഞാൻ ഈ പാടിയത്, അല്ലെ എന്ന് പറഞ്ഞ പോലെ സങ്കീർത്തനക്കാരൻ പറയും, എന്റെ സങ്കേതം എന്റെ യഹോവയാം ദൈവം തന്നെയാണ്. ഇനി ഇതിന്റെ ഈ 10ാമത്തെ വാക്യം മുതൽ, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു, അത് നിമിത്തം 10 മുതൽ 16ാമത്തെ വാക്യം, ഈ സങ്കീർത്തനത്തിന്റെ അവസാനം വരെ 10 വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുകയാണ്. 10 അനുഗ്രഹങ്ങൾ. കർത്താവിനെ വാസസ്ഥലമാക്കി ജീവിക്കുന്ന ഭക്തന് കൊടുക്കുന്ന 10 അനുഗ്രഹങ്ങൾ. വളരെ വേഗത്തിൽ നമുക്ക് നോക്കി ഈ സന്ദേശം അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് 10ാമത്തെ വാക്യത്തിലാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഒരനർത്ഥവും, അനർത്ഥം എന്ന് പറഞ്ഞാൽ അറിയാലോ, ദോഷം. ഇനി ഇവിടെ ബാധ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് എന്തോ ഒന്നുകിൽ പ്രേതബാധ അല്ലെങ്കിൽ രോഗബാധ, അതല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്, നമ്മൾ പഴയ നിയമം നിങ്ങൾ ഒരുപാട് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, പഴയ നിയമത്തില് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രോഗമുണ്ട്. എന്താണ്? കുഷ്ഠരോഗം. അതായത് ത്വക്കിൽ വരുന്ന ഒരു രോഗം, അല്ലെ? അപ്പൊ ഈ കുഷ്ഠരോഗമുള്ളവർക്ക് പാളയത്തിൽ കിടക്കാൻ പാടില്ല, ആരാധനയിൽ കിടക്കാൻ പാടില്ല, ഒരുപാട് ക്രമീകരണങ്ങളുണ്ട്. പുരോഹിതൻ പോയി പല കാര്യങ്ങളും നോക്കണം. അവിടെ എല്ലാം ഈ കുഷ്ഠം തന്റെ ത്വക്കിൽ വരികയാണെങ്കിൽ ആ പാട് വരുന്നുണ്ട്, വെള്ളപ്പാട്. ആ പാടെന്നുള്ള വാക്കാണ് ഇവിടെ ബാധ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പഴയ നിയമത്തിൽ ഈ കുഷ്ഠരോഗം എന്തിനെയായിരുന്നു സൂചിപ്പിച്ചത്? എന്തുകൊണ്ടാണ് കുഷ്ഠരോഗം ഉള്ളവൻ ആലയത്തിൽ കിടക്കലെന്നൊക്കെ പറഞ്ഞു? ഈ കുഷ്ഠം പാപത്തിന്റെ ഒരു ചിത്രമായിരുന്നു, അല്ലെ? പകർച്ചവ്യാധിയാണ് പാപം. അതുകൊണ്ടാണ് ആലയത്തിൽ പാപം കൊണ്ട് വരരുത്, കാരണം പാപം പടരും, അല്ലെ? പുതിയ നിയമത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കുളിച്ച മാവ് പോലെ അത് പടരും. അതുകൊണ്ട് പാപമുള്ളവൻ മാറിയിരിക്കണം. പാപം കൊണ്ട് ദൈവസന്നിധി കടന്നു വരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദൈവം കണ്ടുപിടിച്ച ഒരു വിധമാണ് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചിത്രം പോലെ ഉപയോഗിച്ചാണ് ഈ ത്വക്ക് രോഗം, അല്ലെ? ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബാധ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കണ്ടേ? പുതിയ നിയമ വിശ്വാസികളാണ് നമ്മൾ. പാപത്തിന്റെ ബാധ. ലോകത്തിൽ പാപം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇന്ന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം പാപത്തിലേക്കാണ്. എങ്ങനെയൊക്കെ പാപം ചെയ്യാം, അല്ലെ? ഇപ്പം നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയൊക്കെ പലതും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റിലൊക്കെ എന്തെല്ലാം വേണേലും നമുക്ക് ചെയ്യാം. നമ്മൾ വിഭാവന ചെയ്യുന്ന പോലെയൊക്കെ പാപം ചെയ്യാം, അല്ലെ? റോമാലേഖനത്തിൽ 1 അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, they are inventors of doing evil, അല്ലെ? മനുഷ്യരാശിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയൊക്കെ പാപം ചെയ്യാമെന്ന് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാധ പോലെ അത് പടരട്ടെ. ഭക്തനായ ഒരു മനുഷ്യൻ, യഹോവയിൽ വസിക്കുന്ന ഒരു മനുഷ്യന്റെ 7 അയലത്തത് വരാതെ ദൈവം നോക്കിക്കോളും. ചിലരൊക്കെ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഈ പാപമൊക്കെ ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങളത് കേൾക്കണം. സുവിശേഷത്തിലൂടെ രക്ഷിക്കപ്പെട്ടു വരുന്ന ഏത് വ്യക്തിക്കും പാപം ചെയ്യാതെ ജീവിക്കുവാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അത് അധികം പ്രസംഗിക്കാറില്ല, കാരണം പ്രസംഗം തന്നെ പാപത്തിൽ കിടക്കും. അവൻ ഈ സ്വാതന്ത്ര്യം രുചിച്ചു പോലും അറിഞ്ഞിട്ടില്ല. അവൻ പുസ്തകത്തിൽ വല്ലതും വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അനുഭവ വെളിച്ചത്തിൽ ഞാൻ പറയണേ, ഏത് പാപവും ജയിക്കുവാൻ കഴിയും. കാരണം കർത്താവ് പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവന്റെ കൂടാരത്തിൽ ഒരു ബാധയും അടുക്കയില്ല. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം, ഒരു ദോഷവും പാപത്തിന്റെ ബാധയും നിങ്ങളുടെ മേൽ ജയിക്കുവാൻ അവൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ആരെങ്കിലും പാപത്തിൽ കുഴഞ്ഞിരിക്കുകയാണ്, പാപത്തിന്റെ മേൽ ജയം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും പ്രത്യാശ വിട്ടുപോകരുതോ, ഈ പാപം എന്നെ കൊണ്ട് പോകത്തുള്ളൂ. അല്ലല്ല, പാപത്തിന്റെ മേൽ ജയം തരുവാൻ ശക്തനായ ജയാലയായ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അവന്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുമെങ്കിൽ അവൻ പാപത്തെ ജയിച്ചതുപോലെ നിങ്ങൾക്കും പാപത്തെ ജയിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം. അതാണ് പുതിയ നിയമത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന സ്വാതന്ത്ര്യം. അതുകൊണ്ട് വിശ്വസിക്കുക, എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയും. അപ്പോൾ ഇത് ഒന്നാമത്തെ വാഗ്ദത്തം. ഇനി രണ്ടാമത്തെ വാഗ്ദത്തം അതിന്റെ 11ാമത്തെ വാക്യമാണ്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അല്ലെ? എബ്രായ ലേഖനം 1:14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൂതന്മാർ
രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കുള്ള സേവനാത്മാക്കളാണ്. നമ്മളെ സേവിക്കുവാൻ വേണ്ടി നമ്മുടെ അപ്പൻ വെച്ചിരിക്കുന്ന വേലക്കാരാണ് ആര്? ഈ മാലാഖ എന്നൊക്കെ പറയുന്ന ദൂതന്മാർ, അല്ലെ? ഒരുപാട് വിശ്വാസികൾ അവരുടെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആരാണോ ഒരു വ്യക്തി വന്ന് കുറെ സഹായിച്ചിട്ട് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു ദൂതനായിരുന്നു, അല്ലെ? പല പ്രതികൂല സാഹചര്യത്തിലൊക്കെ ആര് സഹായിക്കാത്തിലൊക്കെ ദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ദൂതനെ അവൻ കൽപ്പിച്ചിട്ടുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന്. നീ അനുസരണത്തിന്റെ പാതയിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം ദൂതന്മാരെ കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ അനുഗ്രഹം, ദൂതന്മാരാലുള്ള കാക്കുക അല്ലെങ്കിൽ സംരക്ഷണം. ഇനി സംരക്ഷണം മാത്രമല്ല, 12ാമത്തെ വാക്യത്തിൽ 3ാമത്തെ അനുഗ്രഹം, അവരെന്ത് ചെയ്യുന്നറിയോ? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൂതൻ നിങ്ങളെ കാക്കുക മാത്രമല്ല, ചില സമയത്ത് ഇടപെടുകയും ചെയ്യും. ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഏഞ്ചലിക് ഇന്റർവെൻഷനും ഉണ്ട്, അല്ലെ? ഈ വാക്യമാണ് പിശാച് എടുത്ത് നമ്മുടെ കർത്താവിനെ പ്രലോഭിച്ചത്. നീ ആലയത്തിൽ നിന്നൊക്കെ ഒന്ന് ചാടിക്കേ, അവരിറങ്ങി വന്ന് നിന്നെ പിടിക്കുമല്ലോ. അപ്പൊ അവിടെ ഈ വാക്യം എങ്ങനെയാണ് തെറ്റായി ഉദ്ധരിച്ചെന്നറിയാവോ? ഈ വാക്യം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അനുസരണത്തിൽ നടക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദൂതന്മാരെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൂതന്മാരിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ലൈസൻസ് എടുക്കാനാണ് പിശാച് പറഞ്ഞത്. മനസ്സിലായി? രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഞാൻ അനുസരണത്തിൽ നടന്നു പോകുമ്പോൾ ദൂതൻ ആവശ്യമാണെങ്കിൽ ദൈവം ദൂതനെ അയച്ചോളും. ദൂതൻ ഉണ്ടാകും, ദൂതൻ വരുമായിരിക്കും എന്നും പറഞ്ഞ് എനിക്ക് ലൈസൻസ് ഇല്ല എന്തെങ്കിലും തോന്നിയത് പോയി ചെയ്യാൻ. അന്ന് ആലയത്തിന്റെ മേളിൽ നിന്ന് ചാടാൻ കർത്താവിനോട് പിശാച് പറഞ്ഞത് ലൈസൻസ് ആയിരുന്നു, പിതാവ് പറഞ്ഞില്ല ചാടണമെന്ന്. അപ്പൊ നമ്മൾ പലപ്പോഴും പലതും ഒക്കെ നമ്മൾ ചിന്തിച്ചെടുത്ത് ചാടും, ദൈവം എങ്ങനെയൊക്കെ സഹായിച്ചോളും. അതല്ല, അങ്ങനെ നമുക്ക് ലൈസൻസ് ഇല്ല കേട്ടോ. ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്, ദൂതന്മാരുടെ ഇടപെടലൊക്കെ ദൈവം ആവശ്യമാണെങ്കിലായിരിക്കും. ലൈസൻസ് ഇല്ല, ലൈസൻസ് ഇല്ല. നമുക്ക് എന്തെങ്കിലും തോന്നിയ പാപമൊക്കെ ചെയ്ത് വെച്ചാൽ ദൂതം വന്നോളൂ. അങ്ങനെ നിങ്ങൾ ആരും അസ്യൂം ചെയ്യരുത് കേട്ടോ. അതും കൂടെ എടുത്തു പറയണം. അന്ന് 91ാം സങ്കീർത്തനം ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് വളച്ചൊടിച്ച വേദഭാഗങ്ങളിൽ ഒന്നാണ്. തോന്നിയവന്മാരൊക്കെ തോന്നിവാസം പ്രസംഗിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. അഭിവൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യായമാണിത്. അതുകൊണ്ട് എല്ലാം തരും 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 എന്ന് പറയുന്ന പ്രസംഗനല്ല ഞാൻ, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഇത് ചേർത്ത് വായിക്കണം. അനുസരണത്തിന്റെ പാതയിൽ നടക്കുമ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങളെ കാക്കുവാനും, ഇനി നിങ്ങളുടെ കല്ല് തട്ടാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ കൈക്കൊള്ളുവാനും വേണ്ടി ദൂതന്മാരെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതാണ് 3ാമത്തെ അനുഗ്രഹം. 4ാമത്തേത് 13ാം വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഇത് ആത്മീയമായിട്ട് മനസ്സിലാക്കണം. ഇത് പൈശാചിക ശത്രുക്കളെ സൂചിപ്പിക്കുന്നതാണ്. കർത്താവ് തന്നെ ഈ വാക്ക് പലയിടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ സിംഹത്തെയും തേളുകളെയൊക്കെ ചവിട്ടുമെന്ന് കർത്താവ് ഈ വാക്യം ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ശത്രുവിന്റെ മേൽ നമുക്ക് അധികാരം ജയാളിയായ ക്രിസ്തുവിലൂടെ ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷെ ആ അധികാരം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടെങ്കിലും അധികാരത്തിൽ നീങ്ങണേ എന്ത് വേണം? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനായി, അവന്റെ ചിറകിൻ കീഴിൽ വസിക്കുന്ന ഒരു ഭക്തന് ആ അധികാരം ഉണ്ടെന്ന് മാത്രമുള്ള അറിവല്ല, അധികാരത്തിൽ നീങ്ങുവാൻ കഴിയും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദുഷ്ടൻ ചെയ്യുന്ന പ്രവൃത്തിയെ തള്ളിക്കളയുവാനും ചവിട്ടുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കും. അതാണ് 4ാമത്തെ അനുഗ്രഹം. 5ാമത്തെ അനുഗ്രഹം 14ാമത്തെ വാക്യത്തിലുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. വിടുതലും ഉയർച്ചയും, ആത്മീയ ഉന്നതി ലഭിക്കും. കണ്ടോ? പാപത്തിൽ നിന്നുള്ളതും ദുഷ്ടൻ കൊണ്ടുവരുന്നതായിട്ടുള്ളതും ജഡീകവും ലൗകികവുമായ എല്ലാത്തിൽ നിന്നുമുള്ള വിടുതലും, പിന്നെ ദൈവം മനസ്സിൽ വെച്ചിരിക്കുന്ന പദ്ധതി ഇട്ടിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉന്നതി പ്രാപിക്കും. ദൈവരാജ്യത്തിന്റെ എല്ലാ നന്മകളും നിങ്ങൾ അനുഭവിക്കും. ദൈവം വിഭാവന ചെയ്ത ജീവിതം നിങ്ങൾ ജീവിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ നാമത്തെ അറിയിക്കാൻ അവനെ ഞാൻ ഉയർത്തും. ഉയർത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പ്രൊമോഷൻ കിട്ടും, അതല്ല. ഈ ജഡീകമായിട്ട് ഇതൊന്നും വ്യാഖ്യാനിക്കരുത്. ദൈവം മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്ന എന്താണോ ആ ഉയർച്ച. ചിലപ്പോൾ ആ ഉയർച്ച ഉന്നതമായ ഒരു IT ജോലി കളഞ്ഞു വെച്ച് പ്രസംഗിക്കാൻ പോകണം, ബീഹാറിൽ പോകണമെന്നായിരിക്കും. അതായിരിക്കും ഉയർച്ച. അത് നിത്യമായ കാഴ്ചപ്പാടിൽ ഉയർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ ഭൗതികമായിട്ട് ഉയർച്ച എന്നുള്ള വാക്കൊന്നും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ദൈവം സ്വപ്നം കണ്ടിരിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർച്ച പ്രാപിക്കും. അതാണ് ഏറ്റവും ധന്യമായ ജീവിതം, ഏറ്റവും തൃപ്തി വരുത്തുന്ന ജീവിതം. അതുകൊണ്ട് ഉയർച്ച കടന്നു വരും. ഇനി 6ാമത്തെ അനുഗ്രഹം 15ാമത്തെ വാക്യത്തിൽ തന്നെ അടുത്ത സെന്റൻസ് ആണ്, അവൻ വിളിച്ചപേക്ഷിക്കും ഉത്തരം അരുളും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. പല വിശ്വാസികളും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഉത്തരം കണ്ടില്ലല്ലോ, അല്ലെ? ഉത്തരം ലഭിക്കും.
പ്രാർത്ഥിച്ച ഉത്തരം ലഭിക്കും. കാരണം ദൈവമായിട്ട് നീതി പുലർത്തുന്ന ഒരു വിശ്വാസിയാണ്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ്. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു കാലത്തും ഉത്തരം കൊടുക്കാതിരിക്കത്തില്ല. കാരണം അങ്ങനെയാണ് ദൈവം അനീതിയുള്ള പിതാവായി പോകും. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. എന്റെ കർത്താവ് അനീതി ഇല്ലാത്ത ദൈവമാണ്. ഇബ്രായ ലേഖനത്തിൽ പറയുന്നില്ല, അവൻ അനീതി ഇല്ലാത്തവനാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അവന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവന്റെ ഒരു ദാസൻ അവനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഇറങ്ങി വരാതിരിക്കണമെങ്കിൽ അത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. അത് സംഭവിക്കത്തില്ല. കാരണം അത് അവന്റെ സ്വഭാവമാണ്, അവന്റെ തീരുമാനമല്ല, അവന്റെ സ്വഭാവമാണ് അത്. ഇന്നേ വരെ ഈ സൃഷ്ടി ഉണ്ടായത് മുതൽ ഇന്ന് വരെ അങ്ങനൊരു സംഭവം ഒരിടത്തും സംഭവിച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അത് അസാധ്യമാണ്. അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളിയിരിക്കും. അതാണ് ഈ വേദപുസ്തകത്തിലെ ചരിത്രം മുഴുവൻ തെളിയിക്കുന്നതാണ്. ഈ ചരിത്രം മാത്രമല്ല, പിന്നീടുള്ള സഭാചരിത്രം, വലിയ വലിയ ഭക്തന്മാരുടെയൊക്കെ ജീവചരിത്രം എടുത്ത് വായിക്കണം. എല്ലായിടത്തും കാണുന്നത് അവർ വിശ്വസിച്ചു, ദൈവമഹത്വം കണ്ടു, ദൈവം ഇറങ്ങി വന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം അവൻ അരുളി. അതാണ് 6ാമത്തെ അനുഗ്രഹം. ഇനി 7ാമത്തെ, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പല വിശ്വാസികളും കഷ്ടകാലത്തൂടെ കടന്നു പോകുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ദൈവം ഉണ്ടായിരിക്കും എന്നുള്ളൊരു അറിവേ ഉള്ളൂ, സാന്നിധ്യമൊന്നും അനുഭവിക്കുന്നില്ല. കാരണം അവർ ഉടമ്പടിയിലല്ല. ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശ്വാസിക്കറിയാം, ഞാൻ ഏത് കഷ്ടതയുടെ താഴ്വരയിൽ കൂടെ കടന്നു പോയാലും, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് രുചിച്ചറിയുവാൻ കഴിയും. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തിന്റെ അടുത്തിരിക്കുന്നതിനേക്കാളും വളരെ തൊട്ടനുഭവിക്കുവാൻ കഴിയുന്ന രീതിയിൽ അവന്റെ സാന്നിധ്യം എനിക്ക് രുചിച്ചറിയുവാൻ കഴിയും. ഈ ഒറ്റപ്പെടലും ഈ ഏകാന്തതയൊന്നും അവനില്ല. മാനുഷികമായിട്ടും ഭൗതികമായിട്ടും അവൻ ഒറ്റപ്പെട്ടിരിക്കുകയായിരിക്കും, പക്ഷെ ദൈവം അവനോട് കൂടെയുണ്ട്. ദാനിയേൽ സിംഹങ്ങളുടെ കൂട്ടത്തിൽ പോയവരിയ്ക്കും, അവിടെ ദൈവം ഇറങ്ങി വരും, അല്ലെ? അവന്റെ കൂട്ടുകാര് തീച്ചുളയെ പോയപ്പോൾ അവിടെ 4ാമനായി ദൈവം ഇറങ്ങുന്നു. 4ാമനല്ല കേട്ടോ, ആക്ച്വലി ആരാ? 1ാമനാ. തീച്ചുളയിൽ ആദ്യം ദൈവം ഉണ്ടായിരുന്നു. 4ാമനായിട്ട് ഈ ഇറക്കി വിട്ട രാജാവ് ഉണ്ട്, പക്ഷെ 1ാമനായിട്ട് ദൈവം അവിടെ ഉണ്ടായിരുന്നു, അല്ലെ? ദൈവം കൂടെയുണ്ടെന്ന് അറിയുക മാത്രമല്ല, അനുഭവിക്കും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ദൈവത്തിന്റെ സൗഹൃദം, അവന്റെ സൗഹൃദം, അവൻ എൻ്റെ കൂട്ടുകാരനായിട്ട് എല്ലാ താഴ്വരയിലും എൻ്റെ കൂടെ ഇരിക്കും. അവന്റെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം, അതൊരു അനുഗ്രഹമാണ്. അവന്റെ ചിറകിൻ മറവിൽ വസിച്ചാലുള്ളൊരു ഗുണമാണ്. ഇനി 8ാമത്തെ അനുഗ്രഹം, 7ആയിരുന്നു അവന്റെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം. 8ാമത്തേത് 15ന്റെ അവസാനത്തെ വാക്കാണ്, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഈ കഷ്ടതയുടെ കാലയളവിന്റെ അവസാനം ഒരു വിടുതലും ഒരു മഹത്വവും അവൻ കരുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ കഷ്ടത ഇങ്ങനെ തുടർന്ന് പോവല്ല. പുതിയ ഒരു കഷ്ടതയുടെ താഴ്വഴി ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷെ എല്ലാ കഷ്ടത താഴ്വഴിക്ക് ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യത്തിൽ എന്താണെന്ന് അറിയോ? അവനെ ഞാൻ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത ദൈവം അനുവദിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശ പൂർത്തീകരണം നിങ്ങൾ കാണും. അത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണമായിരിക്കും. ആ ശുദ്ധീകരണ നിമിത്തം നിങ്ങൾക്ക് ഒരു പുതിയ കൃപാവരം ലഭിക്കുന്നതായിരിക്കും, പുതിയൊരു ശുശ്രൂഷ മണ്ഡലം നിങ്ങൾക്ക് തുറന്നു വരുന്നതായിരിക്കും, ഒരു സാക്ഷ്യം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും, അത് നിമിത്തം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ദൈവമഹത്വം ഈ കഷ്ടതയുടെ താഴ്വരയുടെ അന്ത്യത്തിൽ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ നിങ്ങൾ അവന്റെ സന്നിധിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പക്ഷെ അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടു വരും. ആർക്കും തള്ളിക്കളയുവാൻ കഴിയാത്ത രീതിയിൽ, നിഷേധിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. അത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടെന്നും പറഞ്ഞ് ആർക്കും അത് തുച്ഛീകരിക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം ഒരു മഹത്വം വെളിപ്പെടുത്തും. ഇതൊരു വാഗ്ദത്തമാണ്, അല്ലാതെ ഊഹാപോഹങ്ങളോ കണ്ടുപിടുത്തങ്ങളോ സർവേ ഒന്നും അല്ല ഇത് കേട്ടോ. ചിലപ്പോ മിക്കവാറും അല്ല, ഉറപ്പായിട്ട് സംഭവിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് വാഗ്ദത്തമാണിത്. വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം. ഇനി 9ാമത്തെ അനുഗ്രഹം 16ന്റെ തുടക്കം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. നേരത്തെ നമ്മൾ കണ്ട എന്തോ മനുഷ്യൻ ക്ഷണികനാണ്, 70 80 വർഷം, അല്ലേ? എന്നാൽ എവിടെ പറഞ്ഞിരിക്കുക? ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും 85 മരിക്കുമെന്നല്ല. കർത്താവ് യേശു ക്രിസ്തു 33 മരിച്ചു.
എന്താ ഈ ദീർഘായുസിന്റെ അർത്ഥം? 90, 100 ഒക്കെ എത്തുന്നല്ല, ചിലപ്പം ആവും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം അതൊക്കെ തരും. പക്ഷേ തൃപ്തി വരും. ദൈവിക പദ്ധതികൾ ഒന്നും പൂർത്തീകരിക്കാതെ അപൂർണമായ ഒരു മരണം നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. എന്നെ കുറിച്ച് ദൈവം കരുതി വെച്ചിരുന്ന സ്വപ്നം, പദ്ധതി പൂർത്തീകരിച്ചിട്ടേ ഞാൻ മരിക്കത്തുള്ളൂ. അതാണ് തൃപ്തി വന്ന ജീവിതം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഇതും കൂടെ ചെയ്തേച്ചായിരുന്നു അച്ചായം പോകേണ്ടത്. മനുഷ്യർ ചിലപ്പോൾ പറയായിരിക്കും അങ്ങനെ. ദൈവം മനസ്സിൽ കണ്ടത് പൂർത്തീകരിച്ചിട്ട് 33 വയസ്സിൽ കർത്താവ് ചെയ്യേണ്ട എല്ലാം ചെയ്തവൻ, കാലസമ്പൂർണതയിൽ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ വേല തികച്ചു എന്നാണ് യോഹന്നാൻ 17 പറയുന്നത്. ഞാൻ കർത്താവ് എല്ലാം ചെയ്തു തീർത്തു, ഇനി അങ്ങ് പോട്ടെ. കണ്ടോ, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി മുഴുവനും തീർത്തേച്ച് നിങ്ങൾ പോകുമാറാകും. നിങ്ങൾക്ക് സംതൃപ്തി നൽകും. അതാണ് ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ സംതൃപ്തി വരുത്തും. അവസാനം 10ാമത്തെ അനുഗ്രഹം, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയുടെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒരു ദുഃഖകരമായ കാര്യങ്ങൾ ശുശ്രൂഷയിലുള്ളവർക്കറിയാം. പലരും മരിക്കുമ്പം ഈ മരണവേളയിലൊക്കെ ശുശ്രൂഷിക്കാൻ നമ്മൾ പോകുമ്പോഴാണ് ഏറ്റവും കഠിനമായ വിഷയങ്ങൾ. കാരണം ചിലരൊക്കെ വെട്ടിത്തുറന്നു പറയുകയോ, ബ്രദർ ഞാൻ ഇന്നേ വരെ ഈ പാപം അതിജീവിച്ചിട്ടില്ല കേട്ടോ, ഇനി ഈ മരണസമയത്ത് അതൊന്നും പ്രലോഭനമൊന്നുമില്ല. അപ്പൊ ഒരുപാട് ഈ അനുതാപം, റിഗ്രറ്റ് കൊണ്ടാണ് പലരും മരിക്കുന്നത്. അയ്യോ വേല കളഞ്ഞേച്ച് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു പ്രാവശ്യമെങ്കിലും ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു മോനെയെങ്കിലും ശുശ്രൂഷയിൽ ഇറക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ പാപം ഇതുവരെ ജയിച്ചിട്ടില്ലായിരുന്നു. സഭയിൽ ഒരു പ്രാവശ്യമെങ്കിലും എഴുന്നേറ്റൊരു സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കാ സ്വപ്നങ്ങൾ പറഞ്ഞ് ദുഃഖം പറച്ചിലാണ് പലരും. അല്ലെ, വിശ്വാസിയാണ്, സ്വർഗത്തിൽ പോകും, നിത്യതയെ കൊണ്ടു, അതൊന്നും പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അതെന്താ? രക്ഷാപദ്ധതിയുടെ പൂർണ്ണ ആസ്വാദനം സംഭവിച്ചില്ല. ഫുൾ ഗോസ്പൽ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ ഫുൾ ഗോസ്പൽ ജീവിതത്തിലൊന്നുമില്ല. അല്ലെ, വെറും പാപക്ഷമ മാത്രം അനുഭവിച്ചു പോന്നു. പാപത്തിന്റെ മേലുള്ള ജയം, രക്ഷ അനുഭവിച്ചില്ല. അതൊക്കെ പല പ്രാവശ്യം ദൈവം വിളിച്ചു, മോനെ വാ വാ, നാളെ 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 ഇല്ല, നീ മരിക്കുകയായിരുന്നു, തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുന്ന ഒരു ഭക്തന് ദൈവം കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്താ അറിയോ? നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന വിടുതലും രക്ഷയും നീ പൂർണ്ണമായിട്ട് കണ്ടേച്ചേ മരിക്കത്തുള്ളൂ. അല്ലേ, നമ്മള് ഷിമിയോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ 2ാമത്തെ അധ്യായത്തിൽ ഷിമിയോൻ എന്ന് പറഞ്ഞ ഒരു വയസ്സായ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ ഇസ്രായേലിന്റെ രക്ഷ കണ്ടേച്ചേ മരിക്കത്തുള്ളൂ, ക്രിസ്തുവിനെ കണ്ടേച്ചേ നീ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ വിടുതലിന്റെ പൂർത്തീകരണം കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. ഞാൻ ദീർഘായുസുമായിട്ട് ചേർന്ന് വായിക്കേണ്ടതാണ്. എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എല്ലാ മേഖലയിലും ഭൗതികവും ആത്മീകവും എല്ലാ രീതിയിലുള്ള രക്ഷ നമ്മൾ രുചിച്ചറിയും. ഇപ്പൊ കണ്ടോ, 10 അനുഗ്രഹങ്ങൾ ഞാൻ ഒന്ന് ഓടിച്ച് വായിക്കട്ടെ. ഒരു ദോഷവും പാപത്തിന്റെ ബാധയും നിങ്ങളുടെ മേൽ ജയം കൊണ്ടാടുകയില്ല, അത് ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. 2ാമതായിട്ട് ദൂതന്മാരുടെ കാവൽ, എല്ലാ വഴിയിലും ദൂതന്മാരുടെ കാവൽ. 3ാമതായിട്ട് ദൂതന്മാരുടെ ഇടപെടൽ, അത്യാവശ്യമെങ്കിൽ അവർ ഇടപെടും. 4ാമതായിട്ട് സാത്താന്യ ശക്തികളുടെ മേൽ എനിക്ക് ജയം കൊണ്ടാടുവാൻ കഴിയും, പോരാട്ട മുഖത്ത് ഞാനൊരു ജയാളിയാകും. 5ാമതായിട്ട് കർത്താവിന്റെ വിടുതലും കർത്താവിന്റെ ഉയർച്ചയും, ഞാൻ ആത്മീയമായിട്ട് ഉന്നതി പ്രാപിക്കും. 6ാമതായിട്ട് എന്റെ പ്രാർത്ഥനകളുടെ ഉത്തരം ഞാൻ കാണും. 7ാമതായിട്ട് കഷ്ടകാലത്ത് എന്നെ ആശ്വസിപ്പിക്കുന്ന അവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കും, രുചിച്ചറിയും. 8ാമതായിട്ട് ആ കഷ്ടകാലത്തിന്റെ അന്ത്യം ദൈവം വെച്ചിരിക്കുന്ന മഹത്വം ഞാൻ അനുഭവിക്കും, വിടുതലിലൂടെ ആ മഹത്വം ഞാൻ അനുഭവിക്കും. 9ാമതായിട്ട് എനിക്ക് സംതൃപ്തി വരുന്ന ദീർഘായുസ്, ദൈവം വിഭാവന ചെയ്തിരിക്കുന്ന ആ ജീവിതം ഞാൻ പൂർണ്ണമായിട്ട് ജീവിക്കും. 10ാമതായിട്ട് എല്ലാ മേഖലയിലും കർത്താവ് പദ്ധതി ഇട്ടിരിക്കുന്ന രക്ഷയും വിടുതലും ഞാൻ പ്രാപിക്കും. ഈ 10 അനുഗ്രഹങ്ങൾ ആർക്കാണ്? അവന്റെ ചിറകിൻ കീഴിൽ, അവനെ സങ്കേതമെന്നെണ്ണി അവനോട് പറ്റിച്ചേർന്നിരുന്ന് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വിശ്വാസിക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊന്നും ഇല്ലാത്തവൻ മർത്യനും പാതകനും അപൂർണനുമായിട്ട് മരിക്കും. അതാണ് 90ാം സങ്കീർത്തനം. അപ്പോൾ 2024 നമ്മൾ കടക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് കഴിഞ്ഞു പോകുന്ന ഈ വർഷം വിലയിരുത്തണം, അടുത്ത വർഷത്തേക്കായി പ്രാർത്ഥിക്കണം, അടുത്ത വർഷത്തേക്കുള്ള വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കണം.
അപ്പോൾ നമുക്ക് 2023 വിലയിരുത്താം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷണികമായ സ്വഭാവം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ രഹസ്യ പാപങ്ങൾ പോലും കാണുന്ന ഒരു ദൈവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതെല്ലാം മനസ്സിലാക്കി മാനസാന്തരപ്പെടുന്നുണ്ടോ? എന്നും ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തിനാ? രാവിലെ എഴുന്നേറ്റ് കർത്താവിൽ വസിക്കണം. കർത്താവ്, ഞാൻ എഴുന്നേറ്റു, എങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ ജഡത്തിൽ ജീവിക്കും, അതുകൊണ്ട് ഞാൻ ഒന്ന് മൗനമായിരുന്ന് ധ്യാനിച്ച് നിന്നിൽ വസിക്കുവാൻ എന്നെ തന്നെ ഒരുക്കുകയാണ്. രാവിലത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്. നിന്റെ വിശ്രമത്തിലേക്ക് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കയറുകയാണ്. ഇങ്ങനെ വേണം ഞാൻ ജീവിക്കാൻ. അതാണ് രാവിലത്തെ പ്രാർത്ഥന. അല്ല രാവിലെ പ്രാർത്ഥന എന്തോ രാവിലത്തെ സമയത്തിന് എന്തോ പ്രത്യേകതയോ സൂര്യന്റെ ആവുന്നല്ല. രാവിലെ എഴുന്നേറ്റ് ജീവിതം തുടങ്ങുകയാണ്. അല്ലെ, കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്ന് പറയുന്ന പോലെ കാലത്ത് തന്നെ ഞാൻ നിന്റെ സന്നിധി വരികയാണ്. ആദ്യമേ നിന്നിൽ വിശ്രമിക്കണം, ആദ്യമേ നിന്റെ ചിറകിന്റെ അടിയിൽ കയറണം. അല്ലെ, കോഴിക്കുഞ്ഞ് എഴുന്നേറ്റ് ഉടനെ ചാടി ഓടി അമ്മയുടെ ചിറകിന്റെ അടിയിൽ കയറുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് ചിറകിന്റെ അടിയിൽ പോകണം. അതിനാണ് രാവിലത്തെ പ്രാർത്ഥന. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ 2023 അനുസരണക്കേട് നിമിത്തം പല വാക്തത്വങ്ങളും അതിന്റെ പൂർത്തീകരണം നിങ്ങൾ കണ്ടു കാണില്ലായിരിക്കും. മരുഭൂമിയിലെ തലമുറയെ പോലെ കറങ്ങി നടക്കുകയായിരിക്കും. അതൊക്കെ നിങ്ങൾ മാനസാന്തരപ്പെടുക. 2024 നമുക്ക് എന്ത് പ്രാർത്ഥിക്കാം? കർത്താവേ, ഞങ്ങളെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം എത്രമാത്രം അത്യാവശ്യമാണെന്ന് ജ്ഞാനമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. അതോടൊപ്പം നിങ്ങളെ പ്രചോദിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെ വസിക്കുന്നവർക്കുള്ള 10 അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടു. അല്ലെ, ഇത് 2024 വേണ്ടി ദൈവം നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവെ, ഞാനൊരു തീരുമാനമെടുക്കുന്നു, എനിക്ക് നിന്നിൽ വസിക്കണം, നിന്റെ സാന്നിധ്യം എന്റെ സങ്കേതമായിട്ട് എണ്ണണം, എന്നിട്ട് ഈ 10 അനുഗ്രഹങ്ങളും എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കണം എന്നൊന്ന് തീരുമാനമെടുക്കാവൂ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഭാഗ്യവാൻ. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. 2024 സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. എനിക്ക് അവന്റെ ചിറകിൻ കീഴിൽ വസിക്കണം. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. അവനാണെനിക്കഭയം. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നെ നടത്തിയിടുന്നു. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റുപറച്ചിൽ. അവന്റെ ചിറകിൻ കീഴിൽ അവന്റെ അനുഗ്രഹം, അവന്റെ സംരക്ഷണം, അവന്റെ സുരക്ഷ അനുഭവിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവേ, ഈ നല്ല വചനത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ഏറ്റെടുക്കുവാൻ നിന്റെ ജനത്തിന് വേണ്ട കൃപ കൊടുത്താട്ടെ കർത്താവേ. മനുഷ്യ ജീവിതം നിന്നെ പിരിഞ്ഞ വ്യർത്ഥമാണെന്ന് ഞങ്ങൾ കണ്ടു കർത്താവേ. ഒരു പൂർണ്ണതയുമില്ല, ഒരു അനുഗ്രഹവുമില്ല, ഒരു നിലനിൽപ്പുമില്ലാത്ത ക്ഷണീകമായ മനുഷ്യ ജീവിതം കർത്താവെ, വെറും മനുഷ്യരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ദൈവമക്കളായി കർത്താവെ, ക്രിസ്തയേശുവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നീയുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ നീതി പുലർത്തി എപ്പോഴും നിന്റെ ചിറകിൻ കീഴിൽ വസിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഏവർക്കും
2024 എന്ന് പറഞ്ഞ ഈ പുതുവർഷത്തിൽ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണവും ആശ്രയവും പിന്നത്തേതിലേക്ക് മാറ്റിവെക്കാതെ ജ്ഞാനമുള്ളൊരു ഹൃദയത്തോടെ ഇന്നെന്ന് പറയുന്ന ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടാതെ വിശ്വാസത്തോടെ അനുസരിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് സകലരെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്ത്യത്തോളം ആദ്യ വിശ്വാസം മുറുകെ പിടിക്കുവാൻ സഹിഷ്ണുതയും ഉത്സാഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷത്തിന്റെ ഈ അവസാന ദിവസം നിന്റെ സന്നിധിയിൽ കടന്നു വന്ന് നിന്നെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ആരാധിക്കുവാൻ, ആലോചന കേൾക്കുവാൻ കർത്താവേ, വാഗ്ദത്തങ്ങൾ സ്വീകരിച്ച് നിന്റെ ആശ്വാസം പ്രാപിക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായിട്ട് സ്തോത്രം കർത്താവേ. എത്രയോ പേർ 2023 മരിച്ചു കർത്താവേ. കർത്താവേ, നീ ഞങ്ങൾക്ക് ജീവൻ നൽകി വീണ്ടും ഒരു ഞായറാഴ്ച ഈ വർഷത്തിന്റെ അവസാനം കടന്നു വരുവാൻ ഭാഗ്യം നൽകി. അതിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. 2023 തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ കർത്താവേ, പല വിധത്തിൽ ഞങ്ങൾ വേദന അനുഭവിച്ചു, ശോധന അനുഭവിച്ചു, ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് കർത്താവ്, ഞങ്ങൾക്ക് വേദന വന്നിട്ടുണ്ട്. എങ്കിലും കർത്താവേ, ഞങ്ങൾ ഒന്ന് പറയുന്നു, യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ, അവന്റെ ദയോ എന്നുമുള്ളത് കർത്താവേ. നീ നല്ലവൻ കർത്താവേ. ഞങ്ങൾക്ക് വേദനിപ്പിച്ചപ്പോഴും, ഞങ്ങൾക്ക് കർത്താവേ കഷ്ടം വന്നപ്പോഴും നീ ഞങ്ങളോട് നന്മ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കർത്താവേ. നിന്റെ സ്വഭാവം ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിന്റെ നന്മയെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. നിത്യതയുടെ കാഴ്ചപ്പാടിലൂടെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം നന്മയ്ക്കായി നീ ചെയ്തു കർത്താവേ. ഞങ്ങളുടെ നന്മയ്ക്കായിട്ട്, ഞങ്ങളുടെ വിശ്വാസം വളരുവാൻ, വിശുദ്ധി വളരുവാൻ, നിന്നിലുള്ള ആശ്രയം വളരുവാൻ, ലോകത്തെ വെറുക്കുവാൻ, പാപത്തെ വെറുക്കുവാൻ കർത്താവേ, നീ ഞങ്ങളോട് നന്മ പ്രവർത്തിച്ചത് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. നിന്റെ നന്മയ്ക്കായിട്ട് സ്തോത്രം, നിന്റെ നന്മയ്ക്കായിട്ട് സ്തോത്രം, നിന്റെ നന്മയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ അതരങ്ങളും സ്തോത്രം പറഞ്ഞാട്ടെ, അവന്റെ നന്മയെ പുകഴ്ത്തിയാട്ടെ, സ്തുതിച്ചാട്ടെ കർത്താവേ. സ്തോത്രം, നിന്റെ നന്മയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. നീ നല്ലവനായിരുന്നു കർത്താവേ. 2023 നീ ചെയ്തതെല്ലാം ഞങ്ങളോട് നന്മയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. നിന്റെ ആ നന്മയും ദയയും അനുഭവിച്ച് കർത്താവേ 2024 ഞങ്ങൾ തൃപ്തി പ്രാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ, സന്തോഷിപ്പിക്കണമേ. നിന്റെ സന്തോഷത്താൽ നിറയ്ക്കണമേ കർത്താവേ. നിന്റെ പ്രസാദം ഞങ്ങളുടെ മേൽ വന്നിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും കർത്താവെ സാധ്യമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രവൃത്തികൾ, ഞങ്ങളുടെ കുടുംബപരമായ പ്രവൃത്തികൾ കർത്താവ്, ഞങ്ങൾ സഭയായി ചെയ്യുന്ന പ്രവൃത്തികൾ, ഭൗതികമായ പ്രവൃത്തികൾ, ആത്മീകമായ പ്രവൃത്തികൾ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാം സാധ്യമായി തീരട്ടെ. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് മുഖാന്തരമായി മാറട്ടെ കർത്താവേ. ദൈവമേ, നിന്റെ ജനം നിന്റെ ക്ഷേമത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രത്തോളം നീ സഹായിച്ചതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം കർത്താവേ നിനക്ക് തന്നെ കരയേറ്റുന്നു. ഈ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നിങ്ങളേവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തയേശുവിലൂടെ ജയം നൽകുന്ന നമ്മുടെ ദൈവത്തിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്ന ഏവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു 2024 ഉണ്ടാകട്ടെ എന്ന് ഞാൻ വ്യക്തിപരമായി ആശംസിക്കുന്നു. ആമേൻ.